Okay, good evening all. Uh, Welcome to Business Mathematics classroom. So you please type your name in the chat box. So അത്ര പേര് ലൈവായിട്ട് വന്നു എന്ന് അറിയാനായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ടൈപ്പ് ഇറ്റ്. പെട്ടെന്ന് പ്രസന്റ് ഒന്നും അടിക്കണ്ട. ജസ്റ്റ് പേര് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ടൈപ്പ് യുവർ നെയിം. ഓക്കെ. അപ്പോൾ ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ യു നോ ദാറ്റ് ബിസിനസ് മാത്തമാറ്റിക്സ് കൊമേഴ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ പ്രധാന കാരണം കൊമേഴ്സ് കുട്ടികൾക്ക് മാത്തമാറ്റിക്കൽ ബേസ് കുറവെന്ന് കണ്ടുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്പർ സെൻസ്. അപ്പൊ ആ നമ്പർ സെൻസിൽ യു ഹാവ് ലേൺഡ് എന്തൊക്കെ തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എണ്ണൽ സംഖ്യകൾ, അതുപോലെ തന്നെ നമ്മൾ ഓരോന്നും അല്ലെ, വി കോൾ ഇറ്റ് ആസ് നാച്ചുറൽ നമ്പേഴ്സ്, ദെൻ ഹോൾ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്. Then we move to what is called rational numbers. That is very important. When you rational numbers, real numbers, prime numbers, even number, odd number, and composite number, etc. That you have learned already. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് we go for conversion. Fractionsനെ കുറിച്ച് പഠിച്ചു. Fractionsനെ എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, how to convert decimals into fractions, how to convert fraction into decimal, etc. അതൊക്കെ കൊച്ചു ക്ലാസ്സുകളിൽ നിങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് യു ലേൺ ദ ബോഡ്മാസ് റൂൾ, ദാറ്റ് ഈസ് ദ ഹൈറാർക്കി ഓഫ് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്. വി കോൾ ഇറ്റ് ആസ് ബോഡ്മാസ് റൂൾ. ആദ്യം ഏത് ചെയ്യണം, പിന്നെ അവസാനം ഏത് ചെയ്യണം. അപ്പോൾ ആ റൂള് പ്രകാരം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നടത്താവും. അപ്പൊ അതിന്റെ സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സിലുള്ള കുറച്ച് പ്രോബ്ലം ചെയ്തു. അപ്പൊ ഫ്രാക്ഷൻ വന്നപ്പോൾ നിങ്ങൾ ഒരല്പം ബുദ്ധിമുട്ടി, ബട്ട് യു നോ, നിങ്ങൾ അത് പഠിച്ചെടുത്തു, കാരണം നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ അത് ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് വന്നത് ഞാൻ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ, ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ആൾജിബ്രായിക് ഐഡന്റിറ്റീസ് ആണ്. ആൾജിബ്രായിക് ഐഡന്റിറ്റീസ് വെച്ചിട്ട് ചില പ്രോബ്ലം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് നോ, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ന ഐഡന്റിറ്റി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിൽ എന്തെങ്കിലും ക്ലൂ ഉണ്ടാവും അത് സോൾവ് ചെയ്യാൻ. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ യു ലേൺ ആൾജിബ്രായിക് ഐഡന്റിറ്റീസ്. അപ്പൊ ഞാൻ അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ആൾറെഡി ഇറ്റ് ഇസ് ദെയർ ഇൻ യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ് റൂമിനകത്ത് വീഡിയോ ആയിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഇന്നത്തെ ദിവസം വീണ്ടും നമുക്ക് കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ച 2-3 കാര്യങ്ങൾ തന്നെ പോവാം. സോ അത് 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത്. ഒന്ന് ഓർഡർ പ്രോപ്പർട്ടീസ്, 2 പെർസെന്റേജ്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കും. വാട്ട് ഈസ് ഓർഡർ പ്രോപ്പർട്ടി ആൻഡ് വാട്ട് ഈസ് പെർസെന്റേജ്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us മൂവ് ടു ഓർഡർ പ്രോപ്പർട്ടീസ്. അതിനു മുമ്പ് ഞാൻ ഇത് ബോർഡിലോട്ടൊന്ന് മാറ്റാം. നിങ്ങൾക്ക് ഈ ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് മാത്തമാറ്റിക്സ് നമുക്ക് ബോർഡ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചത്. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഓർഡർ പ്രോപ്പർട്ടീസ്. ഓർഡർ പ്രോപ്പർട്ടീസ് വേറെ ഒന്നുമില്ല, പണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഓർഡർ പ്രോപ്പർട്ടീസിൽ പറയുന്നത്. ഓർഡർ പ്രോപ്പർട്ടീസ് കൂടെ തന്നെ എഴുതിയൊക്കെ പോയാൽ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ട് വരും. ഓർഡർ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാം. For example, we are taking 2 real numbers, x and y. X ഉം y എന്നും പറഞ്ഞ് നമ്മൾ 2 റിയൽ നമ്പർ എടുക്കുന്നു. And if x minus y is a positive value, x ന്ന് y കുറച്ചാൽ കിട്ടുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ എങ്കിൽ നമ്മൾ എഴുതാറുണ്ട് x is greater than y. This is an order property, less greater than. So x and y are 2 real numbers. When we subtract x from y, you are getting a positive value or a positive integer. Then we can say that x is greater than y. X ന്റെ വാല്യൂ ഏതിനെക്കാട്ടി കൂടുതലാണ്, y യുടെ വാല്യൂവിനെ കാട്ടി കൂടുതലാണ്. അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് x minus y. If x minus y is negative, x ന്ന് y കുറച്ചാൽ കിട്ടുന്നത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ x is less than y. Okay, so you know this well. ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, but you should recollect it. ഗ്രേറ്റർ ദാൻ ആൻഡ് ലെസ് ദാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഓർഡർ പ്രോപ്പർട്ടി ആയിട്ട്. സോ വി ക്യാൻ റെപ്രസെന്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 numbers using this expression called order property.
So which number is greater and which number is less? If they are equal, you should segregate it with equality. And to equal ആണെങ്കിൽ നമ്മൾ അതിനെ equal sign കൊടുത്ത് പറയും. So this is the order property. Then we know that x is greater than y. X is greater than y. And also you know that y is greater than z. X is greater than y and y is greater than z. So automatically x is greater than z. X y കാട്ടിയും വലിയ സംഖ്യയാണ്. Y z നെ കാട്ടി വലിയ സംഖ്യയാണെങ്കിൽ definitely z x നെ കാട്ടി x z നെ കാട്ടി എന്ത് തന്നെയാണ്? greater സംഖ്യ തന്നെയാണ്. So this is one order property. This is one order property. If x is greater than y and y is greater than z, then definitely x should be greater than z. X z നെ കാട്ടിയും greater സംഖ്യ തന്നെ ആയിരിക്കും. So this is one order property. ഇപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും, ഇതൊക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. This is the first order property. Second order property is that you are adding a constant with this real number. ഈ റിയൽ നമ്പറിന്റെ കൂടെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നു, k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നു. Then x plus k. So you are adding a constant k with x and y. x നോടും y യോടും നമ്മൾ ഒരു എന്ത് ആഡ് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നു. So you are adding a constant k with x and y. Then definitely this relation may not change. ഈ റിലേഷൻ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ഇവിടെ ആഡ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. ഇവിടെ രണ്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് തന്നെയാണ് ആഡ് ചെയ്യുന്നത്? രണ്ട് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓർഡർ റിലേഷൻ അല്ലെങ്കിൽ ഓർഡർ പ്രോപ്പർട്ടി എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, സോ അത് കുറച്ചാലും കൂട്ടിയാലും ഇറ്റ് മേ നോട്ട് ചേഞ്ച്. ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് യു ആർ മൾട്ടിപ്ലൈയിങ് എ കോൺസ്റ്റന്റ് വിത്ത് ദിസ് x and y. ഒരു കോൺസ്റ്റന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ യു ആർ മൾട്ടിപ്ലൈയിങ് എക്സ് കെ, ഇവിടെ നമ്മൾ y k, xk yk. So you are multiplying a constant with this real number x and k. Then xk and xk is greater than yk when k is positive integer. k positive integer ആണെങ്കിൽ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന k പോസിറ്റീവ് ഇന്റിജർ ആണെങ്കിൽ xk should be greater than yk. അതുപോലെ തന്നെ xk is less than yk when k is negative. So these properties are called order properties. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഡർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. So these three properties. Okay, അപ്പൊ ഞാൻ ഇതിൽ വേണമെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഇവിടെ പറയാം. That is we are expressing the real numbers through less than and greater than. X less than y എന്ന് പറയാം, x greater than y എന്ന് പറയാം, x equal to y എന്ന് പറയാം. That is also an order property. That depending upon the value of the number. അത് കൂടാതെ നമ്മൾ ഈ മൂന്നെണ്ണം കൂടെ പറയുന്നു. If x is greater than y and y is greater than z, then definitely x should be greater than z, that you know well. And you are adding a constant with the real values x and y, then y plus k should be greater than x plus k should be greater than y plus k. അത് മൈനസ് ആയിരുന്നാലും അത് തന്നെയാണ്. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ഇന്റിജർ ആണെങ്കിൽ റിലേഷൻഷിപ്പ് മാറില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഇന്റിജർ റിലേഷൻഷിപ്പ് ചേഞ്ചസ്. അത് ലെസ് ദാൻ എന്നുള്ളത് എന്തായി മാറും? ഗ്രേറ്റർ ദാൻ ആയി മാറും. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഓർഡർ പ്രോപ്പർട്ടീസ്. ഇതിൽ നിങ്ങൾ പുതിയതായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, ബിക്കോസ് യു ലേൺ ഇറ്റ് ഇൻ യുവർ സ്കൂൾ ക്ലാസ്സസ്. ചെറിയ സ്കൂൾ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് വാട്ട് ഈസ് നോട്ട് ആസ് ഓർഡർ പ്രോപ്പർട്ടി. ഓർഡർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ടെസ്റ്റിനകത്ത് ഓർഡർ റിലേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ കണക്കാണ് ചെയ്യേണ്ടത്? So how to do problems using order properties? So you know that വലിയ സംഖ്യ കണ്ടെത്തുക, ചെറിയ സംഖ്യ കണ്ടെത്തുക, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് റിയൽ നമ്പർ, സോറി ഫോർ എക്സാമ്പിൾ ഒരു ഇന്റിജർ ആണ് തരുന്നതെങ്കിൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾ കണ്ടെത്തും. ഇറ്റ് ഈസ് ആൻ ഇന്റിജർ or it's a whole number or it is a counting number, definitely you can find out which is the highest value and which is the lowest value. But if it is given in fractions, നമുക്ക് തരുന്ന വാല്യൂ ഫ്രാക്ഷൻസിലാണെങ്കിൽ ഒരല്പം ബുദ്ധിമുട്ട് കണ്ടെത്താനായിട്ട്. So you will have to perform the operation. അതിന്റെ ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏതാണ് വലിയ സംഖ്യ ഏതാണ് ചെറിയ സംഖ്യ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. സോ വലിയ സംഖ്യ തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങളുടെ എന്താ പറയുക ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ എഴുതൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. എല്ലാവരും നോട്ട് ബുക്കുമായിട്ട് ഇരിക്കണം ക്ലാസ്സിൽ. സോ യു റൈറ്റ് ദ ക്വസ്റ്റ്യൻ.
പുതിയ ആൾക്കാർ വന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. മറ്റുള്ളവർക്ക് അറിയാം, അവരുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടാവും. പുതിയ ആൾക്കാർ ജസ്റ്റ് ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ദ ക്വസ്റ്റ്യൻ. നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതും. ഫൈൻഡ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ among the following. Find the largest fraction among the following. Find the largest fraction among the following. ഞാൻ ആ ഫ്രാക്ഷൻ ബോർഡിൽ എഴുതാം. 16/21. 16/21. Then 7/9. 7/9. Then 12/17. 12/17. And 6/11. And 6/11. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ബോർഡ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ നിങ്ങൾ? ഉണ്ട്, എനിക്ക് കാണാം, നിങ്ങൾക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് മൊബൈലിൽ പിൻ ചെയ്തിട്ട് സൂം ചെയ്ത് നോക്കിയാൽ മതി. യു ക്യാൻ സീ ഇറ്റ് ക്ലിയർലി. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, സൂം ചെയ്യാൻ പറ്റും. അപ്പൊ പിൻ ചെയ്യുക, സൂം ചെയ്യുക. സോ ദീസ് ഫോർ ഫ്രാക്ഷൻസ് ആർ ഗിവൺ. 4 ഫ്രാക്ഷൻസ് തന്നിരിക്കുകയാണ്. ഈ 4 ഫ്രാക്ഷനിൽ ഏതാണ് വലിയ സംഖ്യ, വലിയ ഫ്രാക്ഷൻ, ഏറ്റവും മൂല്യമുള്ള വാല്യൂ ഏതാണെന്ന് കണ്ടെത്തണം. അപ്പൊ ഇതൊരു റിയൽ ഒരു ഇന്റിജർ ഒക്കെ ആണെങ്കിൽ ഈസിലി യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്, ബട്ട് ഇറ്റ് ഇസ് എ ഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യാം, നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. ഇതെങ്ങനെ നമുക്ക് കണ്ടെത്താം? ഓക്കെ, അഭിറാമാണ് ഫസ്റ്റ് നമ്പർ കിടക്കുന്നത്. പറയും സർ. ഡിനോമിനേറ്റർ സെയിം ആക്കിയ കണ്ടെത്താൻ കഴിയും. യെസ്, ദാറ്റ് ഈസ് എ വെരി ഗുഡ് മെത്തേഡ്. ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ യു ക്യാൻ ഡു ഇറ്റ്. പക്ഷെ ഇതിനകത്ത് ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമെന്നുള്ളത് ക്ലിയർ അല്ലേ? 1 21, 1 9, 1 17, 1 11. അപ്പൊ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്, ഒരല്പം ബുദ്ധിമുട്ടാണ്. അത് ഡിനോമിനേറ്റർ സെയിം ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ സംഖ്യ കൊണ്ട് എല്ലാത്തിനെയും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. ഏറ്റവും വലിയ സംഖ്യ കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ക്യാൻ ഗെറ്റ് ഇറ്റ്. അതൊരു മെത്തേഡ് തന്നെയാണ്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് മോർ ഓപ്പറേഷൻസ്. ഇത്തിരി കൂടെ ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. അഭിറാം പറഞ്ഞത് കറക്റ്റ്. ഓക്കെ, അടുത്തത് LCM എടുക്കാം അല്ലേ? ഈ പറഞ്ഞ ഈ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് LCM. LCM കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഡിനോമിനേറ്റർ ഈക്വലൈസ് മീൻസ് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് എന്താണ് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. LCM കാണുമ്പോൾ അതേ മെത്തേഡാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമുക്കിത് ഡിവൈഡ് ചെയ്യാം. ഓരോന്നും ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഡിജിറ്റ് ഡെസിമൽ വാല്യൂസ് കണ്ടിട്ട് അതിൽ ഏതാണോ ഹൈയസ്റ്റ് ഡെസിമൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അത് രണ്ടാമത്തെ മെത്തേഡ്. അതും ബുദ്ധിമുട്ടാണ്. ഓരോന്നും ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിനൊരു ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഷോർട്ടസ്റ്റ് മെത്തേഡ് ഇസ് പെയർ വൈസ് കമ്പാരിസൺ. വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പെയർ വൈസ് കമ്പാരിസൺ, ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ പെയർ വൈസ് കമ്പാരിസൺ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതി ചെയ്യാം. ടെസ്റ്റിൽ പോലും അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ടെസ്റ്റിൽ ഡെസിമൽ കണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന മെത്തേഡ് പെയർ വൈസ് കമ്പാരിസൺ. അപ്പൊ ഞാൻ ചെയ്യുന്നത് ആദ്യം ഫസ്റ്റ് 2 എണ്ണം എടുക്കുന്നു. 16/21 എടുക്കുന്നു, 7/9 എടുക്കുന്നു. ഓക്കെ, 16/21 എടുക്കുന്നു, 7/9 എടുക്കുന്നു. പിന്നെ അടുത്ത പെയർ എന്ന് പറയുന്നത് 12/17, 6/11. സോ ഐ ആം ടേക്കിംഗ് 2 പെയർസ്. എന്നിട്ട് ഞാൻ ഇതിന് ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ 16 × 9. 16 × 9 9 × 6 54, 1 9 144. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16നോട് ഈ 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 144 കിട്ടും. ഞാൻ ഈ 21നോട് 7 മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ദെൻ 7 എത്ര വരും? 7 7 2 14. 7 2 14. ക്ലിയർ അല്ലേ? സോ ഞാൻ ചെയ്ത മെത്തേഡ് നിങ്ങൾ ക്ലിയർ. ഞാൻ ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തില്ല, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 16 × 9 144. ദെൻ 21 × 7 147. അപ്പൊ ഞാൻ ഇതിൽ ഹയസ്റ്റ് വാല്യൂ 147 ആണ്. അപ്പൊ ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 7/9 ആണ് ഹയസ്റ്റ്. ഈ രണ്ടിൽ ഏതാണ് വലിയ സംഖ്യ എന്ന് നോക്കുക. ഇത് രണ്ടിൽ ഏതാണ് വലിയ സംഖ്യ? 147. അപ്പൊ 147 വരുന്ന ഫ്രാക്ഷൻ ആണ് ഹയസ്റ്റ് ഫ്രാക്ഷൻ. അപ്പൊ ഈ പെയറിൽ ഹയസ്റ്റ് ഇതാണ്. രണ്ടാമത്തെ പെയറിലും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. 12 × 11 ഒരു 12 11 2 22 ഒരു 11 11 1 12.
132 അല്ലേ? ഒരു 11 2 22, ഒരു 11 132, ദെൻ 7 6 42, 102, 132, 102. അപ്പൊ നമുക്ക് കിട്ടിയ 132 ഇവിടെ ഹൈയസ്റ്റ്. അപ്പൊ ഇവിടുത്തെ ഹൈയസ്റ്റ് വാല്യൂ എത്രയാണ്? 12/17. അപ്പൊ ഈ രണ്ട് പേരേ ഉള്ളൂ. ഈ രണ്ട് പേര് താഴോട്ട് എടുത്ത് എഴുതുക. 7/9 ഉം 12/17. ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. 7 7 49, ഒരു 7 4 11, 9 2 18, 108. So 119 ആണ് ഹൈയസ്റ്റ്. So we can say that 7/9 is the largest. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 7/9. So this is one method. This is a very simple method. ഇവിടെ നമുക്ക് മാനുവൽ ആയിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഡിറൈവ് ചെയ്തിട്ട് ഇതിൽ 7/9 ആണ് ലാർജസ്റ്റ് എന്ന് പറയാൻ പറ്റും. അതല്ല എങ്കിൽ യു കൺവേർട്ട് ഇൻടു ഡെസിമൽ. ഇതിനെ ഡെസിമൽ ആക്കുമ്പോൾ ഓരോന്നിനും ഡെസിമൽ വാല്യൂസ് കിട്ടും. 0.76, 0.77, 0.70, 0.55. അങ്ങനെയാണെങ്കിൽ 0.77 ആണ് ലാർജസ്റ്റ്. അതെന്ന് പറയുന്നത് 7/9 ആണ്. ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? This is what is called pair wise comparison. Pair wise comparison ജസ്റ്റ് അടുത്ത സംഖ്യയുടെ ഡിനോമിനേറ്ററിന് ആദ്യത്തെ സംഖ്യയുടെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഖ്യ എഴുതുക. എന്നിട്ട് ആ പെയറിൽ ഹൈയസ്റ്റ് വാല്യൂ ഏതാണോ അതായിരിക്കും ലാർജസ്റ്റ് ഫ്രാക്ഷൻ. സോ ദിസ് ഈസ് എ മെത്തേഡ്. എല്ലാവരും അത് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇജാസിയ വീഡിയോ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ഇത് എഴുതിയായിരുന്നോ മോളെ? എഴുതിയോ? ഇത് എഴുതിയോ? എഴുതുന്നു. അന്ന് എത്ര താമസിച്ചത്? എഴുതിക്കോ. അതാണ് എനിക്ക് അറിയാൻ വയ്യ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് എഴുതി കംപ്ലീറ്റ് ആകും. ഇതല്ല എങ്കിൽ അഭിറാം പറഞ്ഞതുപോലെ ന്യൂമറേറ്റർ നമ്മുടെ ഡിനോമിനേറ്ററിന് ഈക്വൽ ആക്കുക. അപ്പൊ ആ ഒരു സംഖ്യ കണ്ടെത്തിയിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ലാർജസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലായി. ഇവിടെ നമുക്കൊരു LCM കണ്ടെത്താനും പലതും പല ഇതിൽ കിടക്കുക. പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല LCM വെച്ചിട്ട്. LCM is a method. LCM വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പെട്ടെന്ന് എഴുതിയതിനു ശേഷം നമുക്ക് അടുത്ത പ്രോബ്ലം ഇതേ ടൈപ്പിലോട്ട് പോയി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ട് നിങ്ങൾ ആ ഫ്രാക്ഷൻസിന് അതിൽ ഹൈയസ്റ്റ് വാല്യൂ ഏതാണെന്നുള്ളത് കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ബിലാൽ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ബിലാൽ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. കഴിഞ്ഞു. അപ്പൊ ഒരു പ്രോബ്ലം എഴുതിയ. നെക്സ്റ്റ് പ്രോബ്ലം ഞാനിത് മാറ്റുവാണ്. നെക്സ്റ്റ് പ്രോബ്ലം എഴുതുവാണ്. ഡിറ്റർമിൻ which of the fraction is largest. Determine which of the fraction is the largest. Determine which of the fraction is the largest. Question 4/7, 4/7, 5/8, 5/8, then 13/16. 13/16. ഇവിടെ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. പെട്ടെന്ന് ഒരു എത്ര മിനിറ്റ് തരാം? ഒരു രണ്ട് മിനിറ്റ് വേണ്ട. യു ജസ്റ്റ് ഡു ഇറ്റ്. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് പ്രകാരം ചെയ്യും. പക്ഷെ ഇവിടെ അഭിജിത്ത് പറഞ്ഞ കണക്കാണെങ്കിൽ ഇവിടെ LCM എടുത്ത് ചെയ്യുന്ന കുറച്ചുകൂടി എളുപ്പമായിരിക്കും. LCM എടുത്ത് ആൾക്കാണ് 13/16. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. ഇതുപോലെ ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് വരും. ആ 1 മാർക്ക് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ലാർജസ്റ്റ് ഫ്രാക്ഷൻ കണ്ടെത്താനായിട്ട് ഒരു ചോദ്യം വരും. ഓക്കെ, everybody is getting 13/16. എല്ലാവർക്കും അതിന്റെ ആൻസർ കിട്ടി. ഓക്കെ, 13/16. ഓക്കെ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതിൽ കാര്യമൊന്നുമില്ല. ബിക്കോസ് യു നോ ഇറ്റ്. ഇത് കറക്റ്റ് നിങ്ങൾക്ക് അറിയാം. LCM വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം എന്ന് വെച്ചിട്ട് ആ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക. ഒരു ചെറിയൊരു പ്രോബ്ലം കൂടെ എഴുതാം.
ഒരെണ്ണം കൂടെ ചെയ്തിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കി എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്താം. ഇത് വിഷയം ലാർജസ്റ്റ് കണ്ടെത്താനായിട്ടല്ല. ഇനി തരുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡർ മീൻസ് സ്മോളസ്റ്റ് ആദ്യം, നെക്സ്റ്റ് സ്മോളസ്റ്റ്, നെക്സ്റ്റ് സ്മോളസ്റ്റ്, ലാർജസ്റ്റ്. ആ രീതിയിൽ അസെൻഡിങ് ഓർഡറിൽ വിത്ത് സൈൻ യു വിൽ ഹാവ് ടു റൈറ്റ് ഇറ്റ്. നിങ്ങൾ എഴുതേണ്ട ആൻസറിനകത്ത് സൈനോട് കൂടി അത് കാണിക്കും. ഓക്കെ. സോ ഐ തിങ്ക് എവരിബഡി ഗോട്ട് ദ ആൻസർ. എല്ലാവർക്കും ആൻസർ കിട്ടി എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് ടു അറേഞ്ച് ദീസ് ഫ്രാക്ഷൻസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ. അപ്പൊ എഴുതിക്കോളൂ. അറേഞ്ച് 7/2, 11/14, 2/3, 15/17, 17 in ascending order. 15/17 in ascending order. So you will have to write the smallest first, next smallest, then smallest. ആൻസർ നേരത്തെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓ ശരി ശരി, ഞാൻ അത് നോക്കില്ല. ഓക്കെ 2/3, 2/3. ഓക്കെ ശരിയാണ്, ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. ശരിയാണ്. ഓക്കെ ആൻസർ ഈസ് കറക്റ്റ്. അപ്പൊ അത് ക്ലിയർ ആയി. ഈ രീതിയിൽ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാം. In this way, questions may be asked relating to fractions, which is the largest fraction, which is the smallest fraction, etc. Okay. ഞാൻ ആ മെസ്സേജ് എടുത്തത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാം കൃത്യം 3:40 3:39 3:40 3:41 ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. So that's correct. So now ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ്, അത് നിങ്ങളുടെ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ച കാര്യം തന്നെയാണ്, പെർസെന്റേജസ്. What is a percentage that you know about? Percentage എന്താണ്? വെരി സിമ്പിൾ, 100th പാർട്ട് എന്നാ പറയുന്നത്. ഏതൊരു സംഖ്യയും നമ്മൾ ഡിനോമിനേറ്റർ 100 കൊണ്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ we can call it as a percentage. So the denominator will be always 100, but 20%. That means 20/100. Like x percentage. X percentage is equal to x by 100. So we are representing a number as a part of 100. ഒരു നമ്പറിന് 100ന്റെ പാർട്ട് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ, 100th പാർട്ട് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ, that is what is known as percentage. So you know that നമ്മുടെ പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കുകൾ you are converting it into percentage. നമ്മൾ അതിനെ പെർസെന്റേജിലോട്ട് കൺവെർട്ട് ചെയ്യാറുണ്ട്. കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻടു 100. അല്ലേ, നമുക്ക് എത്ര മാർക്ക് കിട്ടി, ടോട്ടൽ എത്രയ്ക്കായിരുന്നു മാർക്ക്. അപ്പൊ കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻടു 100 ആണെന്ന് പറയുമ്പോൾ that means you are expressing your result in 100. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ 100ൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ നമ്മൾ പറയുന്നു 80% മാർക്ക് കിട്ടി, അല്ലെങ്കിൽ 60% മാർക്ക് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് 40% കിട്ടിയുള്ളൂ. That means 40/100 or 80/100 or 60/100. So very simple. Percentage is as another expression. Number express ചെയ്യുന്ന വേറൊരു രീതിയാണ് as a percentage. So we are expressing a number as a part of 100. 100ന്റെ പാർട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു. അത് വേണമെങ്കിൽ you can show it in a fraction. Fraction means 80% ആണെങ്കിൽ 80/100 is the fraction. വേണമെങ്കിൽ നമുക്കത് ഡെസിമൽ ആയിട്ട് കാണിക്കാം. 0.8 എന്ന് പറഞ്ഞാൽ that is a fraction. 0.8ന്റെ percentage എന്ന് പറയുന്നത് 80%. 0.5 means 50%. 0.2 means 20%. So in this way you can convert percentage into fractions and percentage into decimals. നമുക്ക് പെർസെന്റേജിനെ ഡെസിമൽ ആയിട്ടും പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആയിട്ടും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാം, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. So now you know what is a percentage. Percentage is an expression of number as a part of 100. So percentage means 100th part. 100th part എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. Then നമുക്ക് ചോദിക്കുന്ന ചോദ്യം അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കില്ല, റിലേറ്റീവ് പെർസെന്റേജ് ആയിരിക്കും.
ഒരാൾക്ക് ഇത്ര ശതമാനമാണ് അയാളുടെ സാലറി മറ്റൊരാളെ കാട്ടി കൂടുതലാണ് എങ്കിൽ മറ്റേയാളുടെ സാലറി ഇയാളുടെ സാലറിയെ കാട്ടി എത്ര ശതമാനം കുറവാണ്. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ റിലേറ്റീവ് പെർസെന്റേജ് എന്ന് പറയുന്നത്. റിലേറ്റീവ് പെർസെന്റേജ് ഒരെണ്ണവും മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് റിലേറ്റീവ് പെർസെന്റേജ് കണ്ടത്. എക്ക് ബിയെ കാട്ടി 10 മാർക്ക് കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ 10% മാർക്ക് കൂടുതൽ കിട്ടിയെങ്കിൽ ബിയുടെ മാർക്ക് എയുടെ മാർക്കിനെ കാട്ടി എത്ര ശതമാനം കുറവാണ്. സോ ദിസ് വേ വി ആർ എക്സ്പ്രസിംഗ് പെർസെന്റേജ്. ഈ രീതിയിൽ നമുക്ക് പെർസെന്റേജിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് റിലേറ്റീവ് പെർസെന്റേജ് എന്ന് പറയുന്നത്. സോ യു പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഞാൻ ഈ പറയുന്നത് എഴുതിക്കോളൂ. റിലേറ്റീവ് പെർസെന്റേജ് എന്ന് ഹെഡ് കൊടുക്കുക. റിലേറ്റീവ് പെർസെന്റേജ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. പെർസെന്റേജ് എന്താണെന്ന് ഒരൊറ്റ സെന്റൻസ് ചെയ്യാതെ 100th പാർട്ട് അത് എഴുതി കഴിഞ്ഞു. നൗ റിലേറ്റീവ് പെർസെന്റേജ്. റിലേറ്റീവ് പെർസെന്റേജ് റിലേറ്റീവ് പെർസെന്റേജ് ചോദിച്ചാൽ എഴുതേണ്ടത് നമ്പർ 1 ഒന്നാമത് പറയുന്നത് ഇഫ് ഒരു കോമൺ എക്സ്പ്രഷനാ പറയുന്നത്. ഇഫ് എ ആരോ ആയിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു എൻറ്റിറ്റി എ, ഇഫ് എ ഈസ് X percentage, if A is X percentage more than B, comma, if A is X percentage more than B, then B is less than A by B is less than A by B is less than A by അത് കാണുന്നത് എങ്ങനെയാണ്, എക്സ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് എക്സ് ഇൻറ്റു 100. ഞാനത് പറഞ്ഞു തരാം. സോ റിലേറ്റീവ് പെർസെന്റേജിന്റെ ഒന്നാമത്തെ എക്സ്പ്രഷൻ ഇതാണ്. ഇഫ് എ ഈസ് എക്സ് പെർസെന്റേജ് മോർ ദാൻ ബി, എയുടെ വാല്യൂ ഇത്ര ശതമാനം ബിയെ കാട്ടി കൂടുതലാണ് എങ്കിൽ ബിയുടെ എത്ര ശതമാനം ലെസ് ആയിട്ടാണ് എ വരുന്നത്. B is less than A by B എയെ കാട്ടി എത്ര ശതമാനം കുറവാണെന്ന് കണ്ടെത്താനായിട്ട് ആ എക്സിനെ 100 പ്ലസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 പ്ലസ് എക്സ് into 100. So this is what is known as one way of expressing relative percentage. If A is X percentage more than B, then B is less than A by X divided by 100 plus X percentage. അവിടെ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ഒരു ശതമാനം കിട്ടും. ഓക്കെ. രണ്ടാമത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് തിരിച്ചുള്ളത്. ഇതിന്റെ അതേ റിലേറ്റീവ് പെർസെന്റേജിന്റെ അടുത്ത രണ്ടാമത്തെ എക്സ്പ്രഷൻ, ഇഫ് എ ഈസ് എക്സ് പെർസെന്റേജ് ലെസ് ദാൻ ബി, തിരിച്ച് ഇഫ് എ ഈസ് എക്സ് പെർസെന്റേജ് ലെസ് ദാൻ ബി, then b is more than a, b is more than a by b is more than a by ഇത് തിരിച്ചെഴുതുക, x divided by 100 minus x into 100, x divided by 100 minus x into 100. So this is what is known as a relative percentage. So you are comparing two percentages. രണ്ട് പെർസെന്റേജ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. നമ്മൾ ഒന്നാമതിൽ പറയുന്നത് എയുടെ സാലറി ബിയുടെ സാലറിയെ കാട്ടും ഇത്ര 2% കൂടുതലാണ് എങ്കിൽ, നോക്കൂ ഞാൻ പറയുന്നത് കേൾക്കൂ, എയുടെ സാലറി ബിയുടെ സാലറിയെ കാട്ടും 2% കൂടുതലാണ് എങ്കിൽ, ഞാൻ എക്സ് എന്നുള്ളത് മാറ്റി 2 ആക്കി, 2% കൂടുതലാണെങ്കിൽ then b is less than a by b, എയെ കാട്ടും എത്ര ശതമാനം കുറവാണ്, ബിയുടെ സാലറി എയുടെ സാലറിയെ കാട്ടി എത്ര ശതമാനം കുറവാണ് എന്ന് കണ്ടെത്താനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, 2 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 2 into 100 അല്ലെങ്കിൽ 2 by 102 into 100. അതാണ് എന്തെന്ന് പറയുന്നത്, എയുടെ സാലറിയെ കാട്ടി ബിയുടെ സാലറി കുറവായിട്ട് വരുന്ന പെർസെന്റേജ്. അപ്പൊ ഇങ്ങനെയാണ് എക്സ്പ്രഷൻ എങ്കിൽ ഡിനോമിനേറ്ററിൽ ഈ പെർസെന്റേജ് ആഡ് ചെയ്യുക. തിരിച്ച് എയുടെ സാലറി ബിയുടെ സാലറിയെ കാട്ടിയും ഇത്ര ശതമാനം കുറവാണ് എങ്കിൽ ബിയുടെ സാലറി എയുടെ സാലറിയെ കാട്ടി എത്ര ശതമാനം കൂടുതലാണ് എന്ന് കണ്ടെത്താനായിട്ട് ഡിനോമിനേറ്ററിന് 100 മൈനസ് എക്സ് എഴുതുക, എക്സ് ഡിവൈഡഡ് ബൈ 100 മൈനസ് എക്സ് ഇൻറ്റു 100. ദിസ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് റിലേറ്റീവ് പെർസെന്റേജ്. ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് പെർസെന്റേജസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് റിലേറ്റീവ് പെർസെന്റേജ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്,
റിലേറ്റീവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എഴുതിക്കോളൂ. സോ ദിസ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് റിലേറ്റീവ് പെർസെൻറ്റേജ്. അപ്പൊ ഈ റിലേറ്റീവ് പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതും. ഞാനിത് മാറ്റുവാണ്. സോ പ്ലീസ് റൈറ്റ് ഡൗൺ എ ക്വസ്റ്റ്യൻ. So the question is the ratio of salaries of the ratio of salaries of A and B, the ratio of salaries of A and B is 9:8. 9:8 നമ്മൾ അംശബന്ധം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 9:8. 9:8. Question: by what percentage is A's salary more than that of B? A's salary more than that of B. So please write it down. The ratio of salaries of A and B. The ratio of salaries of A and B is 9:8. അതായത് എയുടെ സാലറി 9 ആണെങ്കിൽ ബിയുടെ സാലറി 8 ആണെന്ന് അർത്ഥം അല്ലേ? 9:8. By what percentage is A's salary more than that of B? എത്ര ശതമാനമാണ് എയുടെ സാലറി ബിയുടെ സാലറി കട്ടിങ് കൂടുതൽ? അല്ലെങ്കിൽ ബിയുടെ സാലറിയോട് കൂടി എയുടെ സാലറി എത്ര ശതമാനം കൂട്ടിയാൽ നമുക്ക് ഇത് കിട്ടും? എയുടെ സാലറി കിട്ടും. എ സാലറി മോർ ദാൻ ദാറ്റ് ഓഫ് ബി. സോ ബിയുടെ സാലറിയുടെ കൂടെ എത്ര ശതമാനം കൂട്ടിയാൽ എയുടെ സാലറി കിട്ടും? സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത്, സോ ഞാനത് വർക്ക്ഔട്ട് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്നത് 9:8. ദിസ് ഈസ് ദ റേഷ്യോ. അതായത് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാം. 9 8. എയുടെ സാലറി 9, ബിയുടെ സാലറി 8 ആണെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. Difference is 1. So we are taking. So if A's salary is 9, B's salary is 8. So A's salary is 1 more than B's salary. A's salary is 1 more than B's salary. Therefore, the required percentage കണ്ടെത്താനായിട്ട് 1 അല്ലേ കൂടുതൽ? 1 ആണ് കൂടുതൽ. What is the salary of B? Salary of B is 8. 1/8 into 100. 1/8 into 100. 1 is the difference in salary. 9 minus 8. 8 is the salary of B. ബിയുടെ പെർസെന്റേജ് ആയിട്ട് കാണാനാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ബിയുടെ വാല്യൂ എടുത്ത് എഴുതിയത്. 8 into 100. So you will get the value. So 100/8. So that is equal to 1 8 2 10 2 16 12.5%. So the answer is 12.5%. 12.5%. അതായത് 8ന്റെ കൂടെ 12.5% കൂട്ടുകയാണെങ്കിൽ 9 കിട്ടും. അത്രേ ഉള്ളൂ. 8ന്റെ കൂടെ 12.5% കൂട്ടുകയാണെങ്കിൽ you will get the salary of A. നിങ്ങൾക്ക് എയുടെ സാലറി കിട്ടും. സോ ദാറ്റ് ഇസ് വെരി സിമ്പിൾ. ഇതിനകത്ത് വേറെ കാൽക്കുലേഷൻ ഒന്നും വേണ്ട. ഡിഫറൻസ് എടുക്കുക. ബിയുടെ പെർസെന്റേജ് ആയിട്ട് കാണിക്കാൻ പറഞ്ഞു. സോ 1/8 into 100, 12.5%. 12.5% is the answer. Okay. കൂടെ എത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തെറ്റിയില്ലെങ്കിൽ യു ജസ്റ്റ് വാച്ച് മൈ വീഡിയോ. നിങ്ങൾ പോയിട്ട് അത് കണ്ടിട്ട് അത് നോട്ട്സ് കംപ്ലീറ്റ് ആക്കുക. ഈ നോട്ട്സ് അപ്ഡേറ്റ് ആകണം, അല്ലെങ്കിൽ അവസാനം നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല, അത് മനസ്സിലാവത്തില്ല. അതാണ് അതിന്റെ ഒരു പ്രധാനം. ഇതുപോലെ ഒരു ചോദ്യം ഞാൻ രണ്ടാമത് എഴുതുകയാണ്. അത് നിങ്ങൾ ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
പറയട്ടാ, മെസ്സേജിൽ ഓക്കെ അടിക്കും. ഞാൻ പറയട്ടോ, നിങ്ങൾ തീർന്നുവെങ്കിൽ ഞാൻ പറയട്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ ടൈപ്പ് ചെയ്യൂ, ഓർ യെസ് ടൈപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ വൈ ടൈപ്പ് ചെയ്യൂ, എന്തെങ്കിലും. നിങ്ങൾ എഴുതി തീർന്നോ എന്ന് അറിയാനാണ്. ഓക്കെ, ശരി ശരി. ക്വസ്റ്റ്യൻ ഈസ് by what percentage is 4 by 5 of 70? 4 by 5 of 70. By what percentage is 4 by 5 of 70? By what percentage 4 by 5 of 70 is less than 5 by 7 of 112? 5 by 7 of 112. So question one nobody. By what percentage is 4 by 5? 4 by 5 of 70 is less than 5 by 7 of 112. So you have given a mixed fraction. ഇവിടെ തന്നിരിക്കുന്ന ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. So you can find out its value. അതിന് നമുക്ക് അതിന്റെ വാല്യൂ കണ്ടെത്താം. ഓക്കെ, ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. സോ 4 by 5 of 70 എന്ന് പറഞ്ഞാൽ 4 by 5 into 70. So you will get the value 4 by 5 into 70. You will get it as 56. ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടും 56 എന്ന് കിട്ടും. അതുപോലെ തന്നെ 5 by 7 of 112 അല്ലെങ്കിൽ 5 by 7 into 112. So that will be equal to 80. So this is the question. 56ഉം 80ഉം ആണ്. അപ്പൊ 56ഉം 80ഉം തമ്മിൽ there is a difference അല്ലേ? അവിടെ നമുക്ക് വ്യത്യാസമുണ്ട്. So the difference of 24, 24ആണ് അതിലെ വ്യത്യാസം എന്ന് പറയുന്നത്. ആ 24 എത്ര മോർ ദാൻ സോറി ഈസ് ലെസ് ദാൻ എത്ര ശതമാനം കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. By what percentage 4 by 5 of 70 less than 5 by 7 of 112? Okay. So you are getting the values of 56 and 80. So you will have to find out the difference. What is the difference? 80 minus 56. 80 minus 56 is equal to 24. So the required percentage is 24. This is 80. Isn't it? Percentage ആയിട്ട് കാണാനാ പറഞ്ഞിരിക്കുന്നത്. 5 by 7 of 112 percentage ആയിട്ട് കാണാനാ പറഞ്ഞിരിക്കുന്നത്. So we are writing 80 into 100. 24 by 80 into 100. So you will get the percentage as 30%. So this is a very very simple question. So the answer is 30%. So you are getting the answer 30%. So എല്ലാവരും കൂടെ നിങ്ങൾ ചെയ്തു കാണാം. So you will get the answer 30%. So 30% is the answer. Okay. അതൊക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നു കൊച്ചു ക്ലാസ്സുകളിൽ ഇതേ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും കേട്ടോ, കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ നമ്മുടെ ഒരു സബ്ജക്റ്റുമായിട്ട് നമ്മുടെ പരിചയമുള്ള ഒരു ഏരിയയായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ് അല്ലെങ്കിൽ നോ ടൈപ്പ് ചെയ്യും. നിങ്ങൾ തീർന്നുവെങ്കിൽ തീർന്നു കാണും, കൂടെ എഴുതി കാണും. ഓയ് അല്ലെങ്കിൽ എൻ ടൈപ്പ് ചെയ്യും. യെസ് എങ്കിൽ യെസ്, നോ എങ്കിൽ നോ. ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു. യെസ് സാർ, ഓക്കെ. നിമിഷ യെസ് സാർ, അഭിറാവേസ് ഓക്കെ ഓക്കെ. ഒരു ചോദ്യം നിങ്ങൾ എഴുതും. സമയം എത്രയും 3:59 കേട്ടോ. നിങ്ങളൊരു ഈ ചോദ്യം നിങ്ങൾ ചെയ്തെനിക്ക് ഇത് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അതിന്റെ റിസൾട്ട് മാത്രം ഇട്ടാകും. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതാനുള്ള ടൈം കൂടെ ഉള്ളു. A man in business
losses, LOSSES, losses in first year, 5% of his capital. Losses in first year, 5% of his capital. 5% of his capital. But in the second year, he gains 6%. He gains 6%. He gains 6% of what he had. 6% of what he had at the end of first year. Of what he had at the end of first year. At the end of first year, and his capital is now rupees 350 more than what it was at the commencement. What it was at the commencement. At the commencement. Question: find his original capital. Find his original capital. And a question on the explain answer. Question explain text test test question video thought. Okay, ഇപ്പോൾ കാണുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ക്യാപിറ്റൽ, ഒറിജിനൽ ക്യാപിറ്റൽ, ബിഗിനിങ്ങിൽ അയാളുടെ മൂലധനം കണ്ടെത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സബ്ജക്റ്റുമായിട്ടൊന്ന് റിലേറ്റീവ് ആണ്. അദ്ദേഹത്തിന്റെ ബിഗിനിങ്ങിലുള്ള ക്യാപിറ്റലാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് പറയുന്ന ക്ലോസ് ഇതൊക്കെയാണ്. അയാളുടെ ആദ്യത്തെ വർഷം അയാള് 5% നഷ്ടം. ഫസ്റ്റ് ഇയറിൽ അയാൾക്ക് 5% നഷ്ടം. രണ്ടാമത്തെ വർഷം അയാൾക്ക് 6% ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നതിനെ കാട്ടി, ഫസ്റ്റ് ഇയർ എൻഡിൽ ഉണ്ടായിരുന്നതിനെ കാട്ടിയും 6% അയാൾ ഗെയിൻ ചെയ്തു അയാളുടെ ക്യാപിറ്റലിൽ. അവസാനം നോക്കിയപ്പോഴും ഫസ്റ്റ് ഇയറിനെ കാട്ടിയും അയാൾക്ക് ക്യാപിറ്റലിൽ ഒരു 350 രൂപ ഇൻക്രീസ് ചെയ്തിട്ടുമുണ്ട്. ലാസ്റ്റ് ഇയറിൽ, അതായത് സെക്കൻഡ് ഇയർ എൻഡ് എത്തിയപ്പോഴത്തേക്കും ഹി ഗെയിൻസ് 350, 350 രൂപ അയാൾക്ക് ലാഭം ഒരു അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഒറിജിനൽ ക്യാപിറ്റലിനെ കാട്ടി 350 രൂപ അധികം വന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ ഒറിജിനൽ മൂലധനം എത്ര, അതായത് അയാളുടെ ഫസ്റ്റ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്. സോ യു വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ക്യാപിറ്റൽ ഇൻ ദ ബിഗിനിങ്. ബിഗിനിങ്ങിൽ ഈ പറഞ്ഞ ആളിന്റെ ക്യാപിറ്റൽ എത്രയെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴും പെർസെന്റേജ് ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു 100ൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. യു ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് 100. അപ്പൊ ആദ്യത്തെ ഒറിജിനൽ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ആൾജിബ്രയിൽ എക്സ് എന്ന് അസ്യൂം ചെയ്യുന്നത് പോലെ പെർസെന്റേജിലാണ് ചെയ്യുന്നതെങ്കിൽ യു ടേക്ക് ഇറ്റ് ആസ് 100. ഒറിജിനൽ ക്യാപിറ്റലിനെ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യുക, 100 അസ്യൂം ചെയ്യുക. കാരണം എല്ലാ ക്യാപിറ്റലും 100% ആയിരിക്കുമല്ലോ. സോ 100 ഈസ് ദ ക്യാപിറ്റൽ. ഫസ്റ്റ് ഇയറിൽ എന്ത് സംഭവിച്ചു? 5% ലോസ് അല്ലേ ഉണ്ടായത്. 5% ലോസ് ഉണ്ടാവുന്ന വെച്ചാൽ 100ന്റെ 5% ലോസ്. 100ന്റെ 5% ലോസ് എന്ന് പറഞ്ഞാൽ 5 രൂപ. അപ്പൊ ഫസ്റ്റ് ഇയർ എൻഡ് ആയപ്പോഴത്തേക്കും 100 എന്നുള്ളത് അയാൾക്ക് 95 രൂപ ആയിരുന്നല്ലേ അർത്ഥം. 100 എന്നുള്ളത് അയാളുടെ ക്യാപിറ്റൽ ഇപ്പൊ എത്രയായി മാറി? 95 മാറി. അടുത്ത വർഷം അയാൾക്ക് 6% ലാഭം ഉണ്ടായി. ഇപ്പൊ ഉള്ള ക്യാപിറ്റലിനെ കാട്ടി. ഇപ്പൊ 95 രൂപയാണ് അയാളുടെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ. ആ 95 രൂപയുടെ ക്യാപിറ്റലിനെ കാട്ടി 6% ലാഭം ഉണ്ടായി. അപ്പൊ 95ന്റെ 6%, 95ന്റെ 6% 5.70 വരും. 5.70. അത് അയാൾ എന്ത് ചെയ്തു? ഗെയിൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയാൾക്കുള്ള ക്യാപിറ്റൽ എത്രയായി? 95ഉം 5ഉം 100.70. So now the percentage is increased as 100.70. ഒറിജിനൽ ക്യാപിറ്റൽ 100 അല്ലേ? ഇപ്പൊ അത് എത്രയായി മാറി? 100.70 ആയി മാറിയില്ലേ? അപ്പൊ പറയുന്നു ഇപ്പൊ അയാളുടെ കയ്യിൽ പഴയ ക്യാപിറ്റലിനെ കാട്ടി 350 രൂപ കൂടുതലുണ്ട്. 350 രൂപ കൂടുതലുണ്ടെന്ന് പറയുന്നതാണ് ഈ 0.70. നേരത്തെ 100 ഉണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ എൻഡിൽ 100.7 ആയി മാറി. ഫസ്റ്റ് ഇയറിലെ ലോസും കുറച്ചു, സെക്കൻഡ് ഇയറിലെ പ്രോഫിറ്റ് കൂട്ടുമ്പോൾ 100.70 ആയി മാറി. അപ്പൊ 100 ഇപ്പൊ എത്ര കണ്ട് ഇൻക്രീസ് ചെയ്ത്? 0.70 കണ്ട് ഇൻക്രീസ് ചെയ്തില്ലേ? അതിന്റെ യഥാർത്ഥ വാല്യൂ എത്രയാണ്? 350 എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 350 ഏതാണ്? 0.70 ആണെങ്കിൽ 100 എത്രയെന്ന് കണ്ടാൽ മതി.
350.70 ആണ് എങ്കിൽ നിങ്ങൾ ഏത് കാൽക്കുലേറ്റ് ചെയ്യുക? 100 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ആൻസർ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ട് എങ്കിൽ യെസ് അടിക്കുക. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ട് എങ്കിൽ യെസ് അടിക്കുക, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് യെസ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ബാക്കിയുള്ളവര് ഈസ് ഇറ്റ് ക്ലിയർ? സോ നാളെ എനിക്ക് ഇതിന്റെ ആൻസർ ആണ് കിട്ടേണ്ടത്. ആൻസർ ഞാൻ പറഞ്ഞിട്ടില്ല. സോ ദർ ഈസ് ആൻ ആൻസർ. ആൻസർ കണ്ടെത്തുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. 100 എന്ന് എടുക്കുക, 100ന്റെ 5% കുറയ്ക്കുക, 95, 95ന്റെ 6%, 5.7. അപ്പൊ ക്യാപിറ്റൽ 100, 95ഉം 5.7, 100.7 വരും. Then 350.7 ആണെങ്കിൽ 100 എത്ര? That is the answer. So you will get the answer. So I think it is very clear. ഞാനത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ അതിന്റെ ആൻസർ കണ്ടെത്തിയിട്ട് യു ജസ്റ്റ് ആ ആൻസർ മാത്രം ഒന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക. ഇന്ന് കാണുന്നവർ, ഇന്ന് ഈ വീഡിയോ ഞാനൊരു 2 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് ചെയ്യും. അത് കാണുന്നവർ, ഇന്ന് വരാത്തവര് നിങ്ങൾ പോയിട്ട് ഇത് കണ്ടിട്ട് ഇതിന്റെ ആൻസർ അതിനകത്ത് പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രസൻസ് ഞാൻ മാർക്ക് ചെയ്യും. വരാത്തവർക്ക് പ്രസൻസ് മാർക്ക് ചെയ്യും, കാരണം നിങ്ങൾ അത് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് കേൾക്കുന്നുണ്ട്. സോ നൗ ലെറ്റ് മീ സ്വിച്ച് ഓഫ് ദ റെക്കോർഡ് ഓഫ്. ഇതാരും പോവല്ലേ? സ്റ്റോപ്പ് റെക്കോർഡിംഗ്. പോകരുത്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. Okay, good evening all. Welcome to Business Mathematics classroom. So you please type your name in the chat box. So അത്ര പേര് ലൈവ് ആയിട്ട് വന്നു എന്ന് അറിയാനായിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ടൈപ്പ് ഇറ്റ്. പെട്ടെന്ന് പ്രസന്റ് ഒന്നും അടിക്കണ്ട, ജസ്റ്റ് പേര് മാത്രം ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ടൈപ്പ് യുവർ നെയിം. ഓക്കെ, അപ്പൊ ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ യു നോ ദാറ്റ് ബിസിനസ് മാത്തമാറ്റിക്സ് കൊമേഴ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ പ്രധാന കാരണം കൊമേഴ്സ് കുട്ടികൾക്ക് മാത്തമാറ്റിക്കൽ ബേസ് കുറവെന്ന് കണ്ടുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്നത്. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്പർ സെൻസ്. അപ്പൊ ആ നമ്പർ സെൻസിൽ യു ഹാവ് ലേൺഡ് എന്തൊക്കെ തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എണ്ണൽ സംഖ്യകൾ, അതുപോലെ തന്നെ നമ്മൾ ഓരോന്നും അല്ലെ, വി കോൾ ഇറ്റ് ആസ് natural numbers, then whole numbers, integers, then we move to what is called rational numbers. That is very important. When you rational numbers, real numbers, prime numbers, even number, odd number, and composite number, etc. that you have learned already. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് we go for conversion. fractions നെ കുറിച്ച് പഠിച്ചു. fractionsനെ എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, how to convert decimals into fractions, how to convert fraction into decimal, etc. അതൊക്കെ കുറച്ച് ക്ലാസ്സുകളിൽ നിങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് യു ലേൺ ദ ബോഡ്മാസ് റൂൾ, ദാറ്റ് ഈസ് ദ ഹയറാർക്കി ഓഫ് അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻസ്. വി കോൾ ഇറ്റ് ആസ് ബോഡ്മാസ് റൂൾ. ആദ്യം ഏത് ചെയ്യണം, പിന്നെ അവസാനം ഏത് ചെയ്യണം. അപ്പൊ ആ റൂള് പ്രകാരം അരിത്മെറ്റിക് ഓപ്പറേഷൻസ് നടത്താവും. അപ്പൊ അതിന്റെ സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സിലുള്ള കുറച്ച് പ്രോബ്ലം ചെയ്തു. അപ്പൊ ഫ്രാക്ഷൻ വന്നപ്പോൾ നിങ്ങൾ ഒരല്പം ബുദ്ധിമുട്ടി, ബട്ട് യു നോ, നിങ്ങൾ അത് പഠിച്ചെടുത്തു, കാരണം നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ അത് ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് വന്നത് ഞാൻ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ, ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ആൾജിബ്രായിക് ഐഡന്റിറ്റീസ് ആണ്. ആൾജിബ്രായിക് ഐഡന്റിറ്റീസ് വെച്ചിട്ട് ചില പ്രോബ്ലം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് നോ, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ന ഐഡന്റിറ്റി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിൽ എന്തെങ്കിലും ക്ലൂ ഉണ്ടാവും അത് സോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അല്ലേ? അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ യു ലേൺ ആൾജിബ്രായിക് ഐഡന്റിറ്റീസ്. അപ്പൊ ഞാൻ അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ആൾറെഡി ഇറ്റ് ഇസ് ദെയർ ഇൻ യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ് റൂമിനകത്ത് വീഡിയോ ആയിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ഇന്നത്തെ ദിവസം വീണ്ടും നമുക്ക് കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ച 2-3 കാര്യങ്ങൾ തന്നെ പോവാം. സോ അത് 2 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത്. ഒന്ന് ഓർഡർ പ്രോപ്പർട്ടീസ്, 2 പെർസെന്റേജ്. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കും. വാട്ട് ഈസ് ഓർഡർ പ്രോപ്പർട്ടി ആൻഡ് വാട്ട് ഈസ് പെർസെന്റേജ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us മൂവ് ടു ഓർഡർ പ്രോപ്പർട്ടീസ്. അതിനു മുമ്പ് ഞാൻ ഇത് ബോർഡിലോട്ടൊന്ന് മാറി. അപ്പൊ നിങ്ങൾക്ക് ഈ ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് മാത്തമാറ്റിക്സ് നമുക്ക് ബോർഡ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചത്. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഓർഡർ പ്രോപ്പർട്ടീസ്. ഓർഡർ പ്രോപ്പർട്ടീസ് വേറെ ഒന്നുമില്ല, പണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഓർഡർ പ്രോപ്പർട്ടീസിൽ പറയുന്നത്. ഓർഡർ പ്രോപ്പർട്ടീസ്
കൂടെ തന്നെ എഴുതിയൊക്കെ പോയാൽ പിന്നീട് നമുക്ക് ബുദ്ധിമുട്ട് വരും. ഓർഡർ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാം. ഫോർ എക്സാമ്പിൾ വി ആർ ടേക്കിംഗ് ടു റിയൽ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. എക്സും വൈ എന്നും പറഞ്ഞ് നമ്മൾ രണ്ട് റിയൽ നമ്പർ എടുക്കുന്നു. ആൻഡ് ഇഫ് എക്സ് മൈനസ് വൈ ഈസ് എ പോസിറ്റീവ് വാല്യൂ, എക്സിന്ന് വൈ കുറച്ചാൽ കിട്ടുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ എങ്കിൽ നമ്മൾ എഴുതാറുണ്ട് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ. ദിസ് ഈസ് ആൻ ഓർഡർ പ്രോപ്പർട്ടി, ലെസ് ഗ്രേറ്റർ ദാൻ. So x and y are two real numbers. When we subtract x from y, you are getting a positive value or a positive integer. Then we can say that x is greater than y. X in the value ഏതിനെക്കാട്ടി കൂടുതലാണ്, y യുടെ വാല്യൂവിനെ കാട്ടി കൂടുതലാണ്. അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് x minus y. If x minus y is negative, x ന്ന് y കുറച്ചാൽ കിട്ടുന്നത് നെഗറ്റീവ് വാല്യൂ ആണ് എങ്കിൽ x is less than y. Okay. So you know this well. ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ബട്ട് യു ഷുഡ് റിക്കലക്ട് ഇറ്റ്. ഗ്രേറ്റർ ദാൻ ആൻഡ് ലെസ് ദാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഓർഡർ പ്രോപ്പർട്ടി ആയിട്ട്. സോ വി ക്യാൻ റെപ്രസെന്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് യൂസിംഗ് ദിസ് എക്സ്പ്രഷൻ കാൾഡ് ഓർഡർ പ്രോപ്പർട്ടി. So which number is greater and which number is less? If they are equal, you should segregate it with equality. രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഈക്വൽ സൈൻ കൊടുത്ത് പറയും. So this is the order property. Then we know that x is greater than y. X is greater than y. And also you know that y is greater than z. X is greater than y and y is greater than z. So automatically x is greater than z. X y-യെക്കാട്ടിയും വലിയ സംഖ്യയാണ്, y z-നെക്കാട്ടിയും വലിയ സംഖ്യയാണെങ്കിൽ ഡെഫിനറ്റ്ലി z x-നെക്കാട്ടി x z-നെക്കാട്ടി എന്ത് തന്നെയാണ്, ഗ്രേറ്റർ സംഖ്യ തന്നെയാണ്. സോ ദിസ് ഈസ് ഓൺ ഓർഡർ പ്രോപ്പർട്ടി. ദിസ് ഈസ് വൺ ഓർഡർ പ്രോപ്പർട്ടി. ഇഫ് x is greater than y and y is greater than z, then definitely x should be greater than z. x z-നെക്കാട്ടിയും ഗ്രേറ്റർ സംഖ്യ തന്നെ ആയിരിക്കും. So this is one order property. ഇപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും, ഇതൊക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. This is the first order property. Second order property is that you are adding a constant with this real number. ഈ റിയൽ നമ്പറിന്റെ കൂടെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നു, k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നു. Then x plus k. So you are adding a constant k with x and y. x-നോടും y-യോടും നമ്മൾ ഒരു എന്ത് ആഡ് ചെയ്യുന്നു, ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നു. So you are adding a constant k with x and y. Then definitely this relation may not change. ഈ റിലേഷൻ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ഇവിടെ ആഡ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. ഇവിടെ രണ്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് തന്നെയാണ് ആഡ് ചെയ്യുന്നത്, രണ്ട് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓർഡർ റിലേഷൻ അല്ലെങ്കിൽ ഓർഡർ പ്രോപ്പർട്ടി എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ. സോ അത് കുറച്ചാലും കൂട്ടിയാലും ഇറ്റ് മേ നോട്ട് ചേഞ്ച്. ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് യു ആർ മൾട്ടിപ്ലൈയിങ് എ കോൺസ്റ്റന്റ് വിത്ത് ദിസ് എക്സ് ആൻഡ് വൈ. ഒരു കോൺസ്റ്റന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ യു ആർ മൾട്ടിപ്ലൈയിങ് എക്സ് കെ, ഇവിടെ നമ്മൾ വൈ കെ, എക്സ് കെ വൈ കെ. സോ യു ആർ മൾട്ടിപ്ലൈയിങ് എ കോൺസ്റ്റന്റ് വിത്ത് ദിസ് റിയൽ നമ്പർ എക്സ് ആൻഡ് കെ. ദെൻ എക്സ് കെ ആൻഡ് എക്സ് കെ ഈസ് ഗ്രേറ്റർ ദാൻ വൈ കെ വെൻ കെ ഈസ് പോസിറ്റീവ് ഇന്റിജർ. കെ പോസിറ്റീവ് ഇന്റിജർ ആണ് എങ്കിൽ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കെ പോസിറ്റീവ് ഇന്റിജർ ആണ് എങ്കിൽ xk should be greater than yk. അതുപോലെ തന്നെ xk is less than yk when k is negative. So these properties are called order properties. ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഡർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. So these three properties. Okay. അപ്പൊ ഇതിൽ വേണമെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഇവിടെ പറയാം. That is we are expressing the real numbers through less than and greater than. X less than y എന്ന് പറയാം, x greater than y എന്ന് പറയാം, x equal to y എന്ന് പറയാം. That is also an order property, that depending upon the value of the number. അത് കൂടാതെ നമ്മൾ ഈ മൂന്നെണ്ണം കൂടെ പറയുന്നു. If x is greater than y and y is greater than z, then definitely x should be greater than z, that you know well. And you are adding a constant with the real values x and y, then y plus k should be greater than x plus k should be greater than y plus k. അത് മൈനസ് ആയിരുന്നാലും അത് തന്നെയാണ്. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ഇന്റിജർ ആണെങ്കിൽ റിലേഷൻഷിപ്പ് മാറില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് ഇന്റിജർ റിലേഷൻഷിപ്പ് ചേഞ്ചസ്. അത് ലെസ് ദാൻ എന്നുള്ളത് എന്തായി മാറും,
ഗ്രേറ്റർ ദാൻ ആയി മാറും. ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഓർഡർ പ്രോപ്പർട്ടീസ്. ഇതിൽ നിങ്ങൾ പുതിയതായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, ബിക്കോസ് യു ലേൺ ഇറ്റ് ഇൻ യുവർ സ്കൂൾ ക്ലാസ്സസ്. ചെറിയ സ്കൂൾ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഓർഡർ പ്രോപ്പർട്ടി. ഓർഡർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ടെസ്റ്റിനകത്ത് ഓർഡർ റിലേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ കണക്കാണ് ചെയ്യേണ്ടത്? So how to do problems using order properties. So you know that വലിയ സംഖ്യ കണ്ടെത്തുക, ചെറിയ സംഖ്യ കണ്ടെത്തുക, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് റിയൽ നമ്പർ, സോറി ഫോർ എക്സാമ്പിൾ ഒരു ഇന്റിജർ ആണ് തരുന്നതെങ്കിൽ ഈസി ആയിട്ട് തന്നെ നിങ്ങൾ കണ്ടെത്തും. ഇറ്റ് ഈസ് ആൻ ഇന്റിജർ ഓർ ഇറ്റ്സ് എ ഹോൾ നമ്പർ ഓർ ഇറ്റ് ഈസ് എ കൗണ്ടിങ് നമ്പർ. Definitely you can find out which is the highest value and which is the lowest value. But if it is given in fractions, നമുക്ക് തരുന്ന വാല്യൂ ഫ്രാക്ഷൻസിലാണെങ്കിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ട് കണ്ടെത്താനായിട്ട്. So you will have to perform the operation. അതിന്റെ ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏതാണ് വലിയ സംഖ്യ ഏതാണ് ചെറിയ സംഖ്യ എന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. സോ വലിയ സംഖ്യ തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങളുടെ എന്താ പറയുക ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ എഴുതൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. എല്ലാവരും നോട്ട് ബുക്കുമായിട്ട് ഇരിക്കണം ക്ലാസ്സിൽ. സോ യു റൈറ്റ് ദ ക്വസ്റ്റ്യൻ. പുതിയ ആൾക്കാർ വന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. മറ്റുള്ളവർക്ക് അറിയാം, അവരുടെ കയ്യിൽ നോട്ട് ബുക്ക് ഉണ്ടാവും. പുതിയ ആൾക്കാർ ജസ്റ്റ് യു ടേക്ക് യുവർ നോട്ട് ബുക്ക് ആൻഡ് റൈറ്റ് ദ ക്വസ്റ്റ്യൻ. നോട്ട് ബുക്ക് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതും. ഫൈൻഡ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എമംഗ് ദ ഫോളോയിങ്. ഫൈൻഡ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എമംഗ് ദ ഫോളോയിങ്. Find the largest fraction among the following. ഞാൻ ആ ഫ്രാക്ഷൻ ബോർഡിൽ എഴുതാം. 16/21. 16/21. Then 7/9. 7/9. Then 12/17. 12/17 and 6/11 and 6/11. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ബോർഡ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ നിങ്ങൾ? ഉണ്ട്, എനിക്ക് കാണാം, നിങ്ങൾക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് മൊബൈലിൽ പിൻ ചെയ്തിട്ട് സൂം ചെയ്ത് നോക്കിയാൽ യു ക്യാൻ സീ ക്ലിയർലി. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, സൂം ചെയ്യാൻ പറ്റും. പിൻ ചെയ്യുക, സൂം ചെയ്യുക. സോ ദീസ് ഫോർ ഫ്രാക്ഷൻസ് ആർ ഗിവൺ. 4 ഫ്രാക്ഷൻസ് തന്നിരിക്കുകയാണ്. ഈ 4 ഫ്രാക്ഷനിൽ ഏതാണ് വലിയ സംഖ്യ, വലിയ ഫ്രാക്ഷൻ, ഏറ്റവും മൂല്യമുള്ള വാല്യൂ ഏതാണെന്ന് കണ്ടെത്തണം. അപ്പൊ ഇതിൽ റിയൽ ഒരു ഇന്റിജർ ഒക്കെ ആണെങ്കിൽ ഈസിലി യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്, ബട്ട് ഇറ്റ് ഇസ് എ ഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യാം, നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. ഇതെങ്ങനെ നമുക്ക് കണ്ടെത്താം? ഓക്കെ, അഭിറാമാണ് ഫസ്റ്റ് നമ്പർ കിടക്കുന്നത്. പറയും സർ, ഡിനോമിനേറ്റർ സെയിം ആക്കിയ കണ്ടെത്താൻ കഴിയും. വെരി ഗുഡ് മെത്തേഡ്. ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ യു ക്യാൻ ഡു ഇറ്റ്. പക്ഷെ ഇതിനകത്ത് ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമെന്നുള്ളത് ക്ലിയർ അല്ലേ? 1 21, 1 9, 1 17, 1 11. അപ്പൊ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്, ഒരല്പം ബുദ്ധിമുട്ടാണ്. അത് ഡിനോമിനേറ്റർ സെയിം ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ സംഖ്യ കൊണ്ട് എല്ലാത്തിനെയും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. ഏറ്റവും വലിയ സംഖ്യ കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ക്യാൻ ഗെറ്റ് ഇറ്റ്. അതൊരു മെത്തേഡ് തന്നെയാണ്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് മോർ ഓപ്പറേഷൻസ്. ഇത്തിരി കൂടെ ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. അഭിറാം പറഞ്ഞത് കറക്റ്റ്. ഓക്കെ, അടുത്തത് LCM എടുക്കാം അല്ലേ? ഈ പറഞ്ഞ ഈ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് LCM. LCM കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഡിനോമിനേറ്റർ ഈക്വലൈസ് മീൻസ് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് എന്താണ് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. LCM കാണുമ്പോൾ അതേ മെത്തേഡാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമുക്കിത് ഡിവൈഡ് ചെയ്യാം. ഓരോന്നും ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഡിജിറ്റ് ഡെസിമൽ വാല്യൂസ് കണ്ടിട്ട് അതിൽ ഏതാണോ ഹൈയസ്റ്റ് ഡെസിമൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അത് രണ്ടാമത്തെ മെത്തേഡ്. അതും ബുദ്ധിമുട്ടാണ്. ഓരോന്നും ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിനൊരു ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഷോർട്ടസ്റ്റ് മെത്തേഡ് ഈസ് പെയർ വൈസ് കമ്പാരിസൺ. വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പെയർ വൈസ് കമ്പാരിസൺ, ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ പെയർ വൈസ് കമ്പാരിസൺ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതി ചെയ്യാം. ടെസ്റ്റിൽ പോലും അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ടെസ്റ്റിൽ ഡെസിമൽ കണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന മെത്തേഡ് പെയർ വൈസ് കമ്പാരിസൺ. അപ്പൊ ഞാൻ ചെയ്യുന്നത് ആദ്യം ഫസ്റ്റ് 2 എണ്ണം എടുക്കുന്നു. 16/21 എടുക്കുന്നു, 7/9 എടുക്കുന്നു. ഓക്കെ,
16/21 എടുക്കുന്നു, 7/9 എടുക്കുന്നു. പിന്നെ അടുത്ത പെയർ എന്ന് പറയുന്നത് 12/17, 6/11. സോ ഐ ആം ടേക്കിംഗ് 2 പെയർസ്. എന്നിട്ട് ഞാൻ ഇതിന് ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ 16 × 9, 16 × 9, 9 × 6 54, 144. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16നോട് ഈ 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 144 കിട്ടും. ഞാൻ ഈ 21നോട് 7 മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7. Then എത്ര വരും? 7 7 2 14. 7 2 14. ക്ലിയർ അല്ലേ? സോ ഞാൻ ചെയ്ത മെത്തേഡ് നിങ്ങൾ ക്ലിയർ. ഞാൻ ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തില്ല, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 16 × 9 144. ദെൻ 21 × 7 147. അപ്പൊ ഞാൻ ഇതിൽ ഹയസ്റ്റ് വാല്യൂ 147 ആണ്. അപ്പൊ ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 7/9 ആണ് ഹയസ്റ്റ്. ഈ രണ്ടിൽ ഏതാണ് വലിയ സംഖ്യ എന്ന് നോക്കുക. ഇത് രണ്ടിൽ ഏതാണ് വലിയ സംഖ്യ? 147. അപ്പൊ 147 വരുന്ന ഫ്രാക്ഷൻ ആണ് ഹയസ്റ്റ് ഫ്രാക്ഷൻ. അപ്പൊ ഈ പെയറിൽ ഹയസ്റ്റ് ഇതാണ്. രണ്ടാമത്തെ പെയറിലും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. 12 × 11, ഒരു 11 11 2 22, ഒരു 11 11 1 12, 132 അല്ലേ? ഒരു 11 2 22, ഒരു 11 132. ദെൻ 7 6 42, 102, 132, 102. അപ്പൊ നമുക്ക് കിട്ടിയ 132 ആണ് ഇവിടെ ഹയസ്റ്റ്. അപ്പൊ ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? 12/17. അപ്പൊ ഈ രണ്ട് പേരേ ഉള്ളൂ. ഈ രണ്ട് പേര് താഴോട്ട് എടുത്ത് എഴുതുക. 7/9 ഉം 12/17. ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. 7 7 49, ഒരു 7 4 11, 9 2 18, 108. So 119 ആണ് ഹയസ്റ്റ്. So we can say that 7/9 is the largest. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 7/9. So this is one method. This is a very simple method. ഇവിടെ നമുക്ക് മാനുവൽ ആയിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഡിറൈവ് ചെയ്തിട്ട് ഇതിൽ 7/9 ആണ് ലാർജസ്റ്റ് എന്ന് പറയാൻ പറ്റും. അതല്ല എങ്കിൽ യു കൺവേർട്ട് ഇൻടു ഡെസിമൽ. ഇതിനെ ഡെസിമൽ ആക്കുമ്പോൾ ഓരോന്നിനും ഡെസിമൽ വാല്യൂസ് കിട്ടും. 0.76, 0.77, 0.70, 0.55. അങ്ങനെയാണെങ്കിൽ 0.77 ആണ് ലാർജസ്റ്റ്. അതെന്ന് പറയുന്നത് 7/9 ആണ്. ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? This is what is called the pairwise comparison. Pairwise comparison ജസ്റ്റ് അടുത്ത സംഖ്യയുടെ ഡിനോമിനേറ്ററിന് ആദ്യത്തെ സംഖ്യയുടെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഖ്യ എഴുതുക. എന്നിട്ട് ആ പെയറിൽ ഹയസ്റ്റ് വാല്യൂ ഏതാണോ അതായിരിക്കും ലാർജസ്റ്റ് ഫ്രാക്ഷൻ. So this is a method. എല്ലാവരും അത് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇജാസിയ വീഡിയോ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ഇത് എഴുതിയായിരുന്നോ മോളെ? എഴുതിയോ? ഇത് എഴുതിയോ? എഴുതുന്നു. അന്ന് എത്ര താമസിച്ചത്? എഴുതിക്കോ. അതാണ് എനിക്ക് അറിയാൻ വയ്യ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് എഴുതി കംപ്ലീറ്റ് ആകും. ഇതല്ല എങ്കിൽ അഭിറാം പറഞ്ഞതുപോലെ ന്യൂമറേറ്റ് നമ്മുടെ ഡിനോമിനേറ്ററിന് ഈക്വൽ ആക്കുക. അപ്പൊ ആ ഒരു സംഖ്യ കണ്ടെത്തിയിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ലാർജസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലായി. ഇവിടെ നമുക്കൊരു എൽസിഎം കണ്ടെത്താനും പലതും പല ഇതിൽ കിടക്കുക. പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല എൽസിഎം വെച്ചിട്ട്. എൽസിഎം ഈസ് എ മെത്തേഡ്. എൽസിഎം വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പെട്ടെന്ന് എഴുതിയതിനു ശേഷം നമുക്ക് അടുത്ത പ്രോബ്ലം ഇതേ ടൈപ്പിലോട്ട് പോയി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ട് നിങ്ങൾ ആ ഫ്രാക്ഷൻസിന് അതിന്റെ ഹയസ്റ്റ് വാല്യൂ ഏതാണെന്നുള്ളത് കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ബിലാൽ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ബിലാൽ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. കഴിഞ്ഞു. അപ്പൊ ഒരു പ്രോബ്ലം എഴുതിയ. നെക്സ്റ്റ് പ്രോബ്ലം ഞാനിത് മാറ്റുവാണ്. നെക്സ്റ്റ് പ്രോബ്ലം എഴുതുവാണ്. ഡിറ്റർമിൻ which of the fraction is largest. Determine which of the fraction is the largest. Determine which of the fraction is the largest. Question 4/7, comma
5 by 8, 5 by 8, then 13 by 16, 13 by 16. ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട്, ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. പെട്ടെന്ന് ഒരു എത്ര മിനിറ്റ് തരാം? ഒരു രണ്ട് മിനിറ്റ് വേണ്ട, യു ജസ്റ്റ് ഡു ഇറ്റ്. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് പ്രകാരം ചെയ്യും. പക്ഷെ ഇവിടെ അഭിജിത്ത് പറഞ്ഞ കണക്കാണെങ്കിൽ ഇവിടെ LCM എടുത്ത് ചെയ്യുന്ന കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കുറച്ചുകൂടെ LCM എടുത്ത് ചെയ്യാം. LCM കണ്ടെത്തിയിട്ട് യു ക്യാൻ ഡു ഇറ്റ്. LCM 112 വരും. 112 LCM എടുത്തിട്ട് വേണമെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്. നമ്മുടെ എന്താ ഈക്വൽ ആക്കുക? ഡിനോമിനേറ്ററിനെ ഈക്വൽ ആയിട്ട് ചെയ്യാം. അപ്പൊ എല്ലാത്തും 112 വരും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡ് ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി കണ്ടെത്തുക. എന്നിട്ട് ആൻസർ പെട്ടെന്ന് നിങ്ങൾ ആ മെസ്സേജിൽ കിട്ടിയവര് ചാറ്റിൽ നിങ്ങൾ ആൻസർ അങ്ങ് ടൈപ്പ് ചെയ്യും. ആൻസർ ടൈപ്പ് ചെയ്തതിനു ശേഷം ഓക്കെ ആൻസർ കറക്റ്റ് ആണ് 13 by 16. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. ഇതുപോലെ ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് വരും. ആ 1 മാർക്ക് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ലാർജസ്റ്റ് ഫ്രാക്ഷൻ കണ്ടെത്താനായിട്ട് ഒരു ചോദ്യം വരും. ഓക്കെ എവരിബഡി ഈസ് ഗെറ്റിംഗ് 13 by 16. എല്ലാവർക്കും അതിന്റെ ആൻസർ കിട്ടി. ഓക്കെ, 13 by 16. ഓക്കെ സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതിൽ കാര്യമൊന്നുമില്ല, ബിക്കോസ് യു നോ ഇറ്റ്. ഇത് കറക്റ്റ് നിങ്ങൾക്ക് അറിയാം. LCM വെച്ചിട്ട് ചെയ്യാം. അല്ലായാലും ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം എന്ന് വെച്ചിട്ട് ആ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക. ഒരു ചെറിയൊരു പ്രോബ്ലം കൂടെ എടുക്കാം, ഒരെണ്ണം കൂടെ ചെയ്തിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കി എന്നുള്ളത് ഞാൻ ഉറപ്പ് വരുത്താം. ഇത് വിഷയം ലാർജസ്റ്റ് കണ്ടെത്താനായിട്ടല്ല. ഇനി തരുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡർ മീൻസ് സ്മോളസ്റ്റ് ആദ്യം, നെക്സ്റ്റ് സ്മോളസ്റ്റ്, ലാർജസ്റ്റ്. ആ രീതിയിൽ അസെൻഡിങ് ഓർഡറിൽ വിത്ത് സൈൻ യു വിൽ ഹാവ് ടു റൈറ്റ് ഇറ്റ്. നിങ്ങൾ എഴുതേണ്ട ആൻസറിനകത്ത് സൈനോട് കൂടി അത് കാണിക്കും. ഓക്കെ, സോ ഐ തിങ്ക് എവരിബഡി ഗോട്ട് ദ ആൻസർ. എല്ലാവർക്കും ആൻസർ കിട്ടി എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് ടു അറേഞ്ച് ദീസ് ഫ്രാക്ഷൻസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ. അപ്പൊ എഴുതിക്കോളൂ. അറേഞ്ച് 7 by 2, 11 by 14, 2 by 3, 15 by 17, 17 in ascending order. 15 by 17 in ascending order. So you will have to write the smallest first, next smallest, then highest. ആ രീതിയിൽ അതിന്റെ ഓർഡർ റിലേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളൊന്ന് എഴുതുക. ഇവിടെ എനിക്ക് തോന്നുന്നു, കാരണം യു ഹാവ് ടു ടേക്ക് മോർ പേയേഴ്സ്, ഒരുപാട് പേയേഴ്സ് എടുക്കേണ്ടിയുണ്ട്. സോ ജസ്റ്റ് ഗോ ആൻഡ് ടേക്ക് ദ LCM എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ ബെറ്റർ. യു ടേക്ക് ദ LCM എടുക്കാൻ അറിയാത്ത കുട്ടികൾ ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയായിരിക്കും. യെസ്, do it.
ആൻസർ കിട്ടിയവരുണ്ടെങ്കിൽ യു ജസ്റ്റ് ഗീവ് ഇറ്റ് ഇൻ ദ മെസ്സേജ് ചാറ്റ് ബോക്സ്. ചാറ്റ് ബോക്സിൽ നിങ്ങളത് ചെയ്യും. ഏതാണ് സ്മോളസ്റ്റ്, നെക്സ്റ്റ് സ്മോളസ്റ്റ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏറ്റവും ലാർജസ്റ്റ്. ആ 4 ഫ്രാക്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ടെസ്റ്റ് ഉള്ളവർക്ക് ടെസ്റ്റിൽ അത് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചാറ്റ് ബോക്സ് എംറ്റി ആണ്. വരട്ടെ, ആൻസർ വരട്ടെ. ടൈപ്പ് ചെയ്യൂ ആൻസർ മെസ്സേജ് കിട്ടിയവരെ. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ഓർഡറെല്ലാം എഴുതിയാൽ മതി. സ്മോളസ്റ്റ് ആദ്യം എഴുതുക, സെക്കൻഡ് സ്മോളസ്റ്റ്, ദെൻ അങ്ങനെ പോയിട്ട് ലാർജസ്റ്റ് വരെ ഒന്ന് ടൈപ്പ് ചെയ്ത് കിട്ടിയവര്. സമയം പോകുന്നു, പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. ഏതാ സ്മോളസ്റ്റ്, ഏതാണ് ലാർജസ്റ്റ്? അഭിറാം, അഭിറാം ഏതാ സ്മോളസ്റ്റ്, ഏതാ ലാർജസ്റ്റ്? ഇത്രയും ടൈം എടുക്കേണ്ട ആവശ്യമില്ല.
ഒരാളെങ്കിലും ഒരു ആൻസർ എഴുതും, ടൈപ്പ് ചെയ്യും. ആൻസർ നേരത്തെ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഓ ശരി ശരി, ഞാൻ അത് നോക്കില്ല കേട്ടോ. ഓക്കെ 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 ഓക്കെ. 2/3 7/, ഓക്കെ 2/3 ഓക്കെ ഓക്കെ ശരിയാണ്, ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ശരിയാണ്. ഓക്കെ ഓക്കെ, ആൻസർ ഈസ് കറക്റ്റ്. അപ്പൊ അത് ക്ലിയർ ആയി. ഈ രീതിയിൽ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാം. In this way, questions may be asked relating to fractions, which is the largest fraction, which is the smallest fraction, etc. Okay. ഞാൻ ആ മെസ്സേജ് എടുത്തത് ഓപ്പൺ ആക്കിയിരുന്നു. നിങ്ങളെല്ലാം കൃത്യം 3:40 3:39 3:40 3:41 ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സോ ദാറ്റ്സ് കറക്റ്റ്. സോ നൗ ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ്, അത് നിങ്ങളുടെ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ച കാര്യം തന്നെയാണ്, പെർസെന്റേജസ്. പെർസെന്റേജസ്, വാട്ട് ഈസ് എ പെർസെന്റേജ്? ദാറ്റ് യു നോ. പെർസെന്റേജ് എന്താണ്? വെരി സിമ്പിൾ, 100th പാർട്ട് എന്നാ പറയുന്നത്. ഏതൊരു സംഖ്യയും നമ്മൾ ഡിനോമിനേറ്റർ 100 കൊണ്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ we can call it as a percentage. So the denominator will be always 100, but 20%. That means 20/100, like x percentage. X percentage is equal to x by 100. So we are representing a number as a part of 100. ഒരു നമ്പറിനെ 100ന്റെ പാർട്ട് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ, 100th പാർട്ട് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ, that is what is known as percentage. So you know that നമ്മുടെ പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കുകൾ you are converting it into percentage. നമ്മൾ അതിനെ പെർസെന്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻടു 100 അല്ലേ? നമുക്ക് എത്ര മാർക്ക് കിട്ടി, ടോട്ടൽ എത്രയായിരുന്നു മാർക്ക്. അപ്പൊ കിട്ടിയ മാർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻടു 100 ആണെന്ന് പറയുന്നത്. That means you are expressing your result in 100. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ 100ൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ നമ്മൾ പറയുന്നു 80% മാർക്ക് കിട്ടി, അല്ലെങ്കിൽ 60% മാർക്ക് കിട്ടി, അല്ലെങ്കിൽ 40% കിട്ടിയുള്ളൂ. That means 40/100 or 80/100 or 60/100. So very simple. Percentage is as another expression. Number express ചെയ്യുന്ന വേറൊരു രീതിയാണ് as a percentage. So we are expressing a number as a part of 100. 100ന്റെ പാർട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പ്രസ് ചെയ്യുന്നു. അത് വേണമെങ്കിൽ you can show it in a fraction. Fraction means 80% ആണെങ്കിൽ 80/100 is the fraction. വേണമെങ്കിൽ നമുക്കത് ഡെസിമൽ ആയിട്ട് കാണിക്കാം. 0.8. 0.8 എന്ന് പറഞ്ഞാൽ that is a fraction. 0.8ന്റെ percentage എന്ന് പറയുന്നത് 80%. 0.5 means 50%. 0.2 means 20%. So in this way you can convert percentage into fractions and percentage into decimals. നമുക്ക് പെർസെന്റേജിനെ ഡെസിമൽ ആയിട്ടും പെർസെന്റേജിനെ ഫ്രാക്ഷൻ ആയിട്ടും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാം, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. So now you know what is a percentage. Percentage is an expression of number as a part of 100. So percentage means 100th part. 100th part എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. Then നമുക്ക് ചോദിക്കുന്ന ചോദ്യം അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കില്ല, റിലേറ്റീവ് പെർസെന്റേജ് ആയിരിക്കും. ഒരാൾക്ക് ഇത്ര ശതമാനമാണ് അയാളുടെ സാലറി മറ്റൊരാളെ കാട്ടി കൂടുതലാണ് എങ്കിൽ മറ്റേയാളുടെ സാലറി ഇയാളുടെ സാലറിയെ കാട്ടി എത്ര ശതമാനം കുറവാണ്. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ റിലേറ്റീവ് പെർസെന്റേജ് എന്ന് പറയുന്നത്. റിലേറ്റീവ് പെർസെന്റേജ് ഒരെണ്ണവും മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് റിലേറ്റീവ് പെർസെന്റേജ് കണ്ട് എക്ക് ബിയെ കാട്ടി 10 മാർക്ക് കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ 10% മാർക്ക് കൂടുതൽ കിട്ടിയെങ്കിൽ ബിയുടെ മാർക്ക് എയുടെ മാർക്കിനെ കാട്ടി എത്ര ശതമാനം കുറവാണ്. സോ ദിസ് വേ വി ആർ എക്സ്പ്രസിംഗ് പെർസെന്റേജ്. ഈ രീതിയിൽ നമുക്ക് പെർസെന്റേജിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് റിലേറ്റീവ് പെർസെന്റേജ് എന്ന് പറയുന്നത്. So you please write it down. ഞാൻ ഈ പറയുന്നത് എഴുതിക്കോളൂ. റിലേറ്റീവ് പെർസെന്റേജ് എന്ന് ഹെഡ് കൊടുക്കുക. റിലേറ്റീവ് പെർസെന്റേജ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. പെർസെന്റേജ് എന്താണെന്ന് ഒരൊറ്റ സെന്റൻസ് ചെയ്യാതെ 100th പാർട്ട് അത് എഴുതി കഴിഞ്ഞു. Now റിലേറ്റീവ് പെർസെന്റേജ്. റിലേറ്റീവ് പെർസെന്റേജ്. റിലേറ്റീവ് പെർസെന്റേജ് ചോദിച്ചാൽ എഴുതേണ്ടത് നമ്പർ 1 ഒന്നാമത് പറയുന്നത് ഇഫ് ഒരു കോമൺ എക്സ്പ്രഷനാ പറയുന്നത്. ഇഫ് എ ആരോ ആയിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു എൻറ്റിറ്റി എ, ഇഫ് എ ഈസ് എക്സ് പെർസെന്റേജ്, ഇഫ് എ ഈസ് എക്സ് പെർസെന്റേജ് മോർ ദാൻ ബി,
more than B, comma, if A is X% more than B, then B is less than A by B is less than A by B is less than A by അത് കാണുന്നത് എങ്ങനെയാണ്? X divided by 100 plus X into 100. ഞാനത് പറഞ്ഞു തരാം. സോ റിലേറ്റീവ് പെർസെന്റേജിന്റെ ഒന്നാമത്തെ എക്സ്പ്രഷൻ ഇതാണ്. ഇഫ് എ ഈസ് X% മോർ ദാൻ ബി, എയുടെ വാല്യൂ ഇത്ര ശതമാനം ബി യെ കാട്ടി കൂടുതലാണ് എങ്കിൽ ബിയുടെ എത്ര ശതമാനം ലെസ് ആയിട്ടാണ് എ വരുന്നത്? ബി ഈസ് ലെസ് ദാൻ എ ബൈ ബി എ കാട്ടി എത്ര ശതമാനം കുറവാണെന്ന് കണ്ടെത്താനായിട്ട് ആ എക്സിനെ 100 പ്ലസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 പ്ലസ് എക്സ്, 100 plus x into 100. So this is what is known as one way of expressing relative percentage. If A is X% more than B, then B is less than A by X divided by 100 plus X percentage. അവിടെ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഒരു ശതമാനം കിട്ടും. ഓക്കെ. രണ്ടാമത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് തിരിച്ചുള്ളത്. ഇതിന്റെ അതേ റിലേറ്റീവ് പെർസെന്റേജിന്റെ അടുത്ത രണ്ടാമത്തെ എക്സ്പ്രഷൻ, ഇഫ് എ ഈസ് X% ലെസ് ദാൻ ബി, തിരിച്ച് ഇഫ് എ ഈസ് X% ലെസ് ദാൻ ബി, then B is more than A. B is more than A by B is more than A by ഇത് തിരിച്ചെഴുതുക. X divided by 100 minus X into 100. X divided by 100 minus X into 100. So this is what is known as a relative percentage. So you are comparing two percentages. രണ്ട് പെർസെന്റേജ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. നമ്മൾ ഒന്നാമതിൽ പറയുന്നത് എയുടെ സാലറി ബിയുടെ സാലറിയെക്കാട്ടും ഇത്ര 2% കൂടുതലാണ് എങ്കിൽ, നോക്കൂ ഞാൻ പറയുന്നത് കേൾക്കൂ, എയുടെ സാലറി ബിയുടെ സാലറിയെക്കാട്ടും 2% കൂടുതലാണ് എങ്കിൽ, ഞാൻ എക്സ് എന്നുള്ളത് മാറ്റി 2 ആക്കി, 2% കൂടുതലാണെങ്കിൽ then B is less than A by B എയെക്കാട്ടും എത്ര ശതമാനം കുറവാണ്, ബിയുടെ സാലറി എയുടെ സാലറിയെക്കാട്ടി എത്ര ശതമാനം കുറവാണ് എന്ന് കണ്ടെത്താനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? 2 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 2 into 100 അല്ലെങ്കിൽ 2 by 102 into 100. അതാണ് എന്തെന്ന് പറയുന്നത് എയുടെ സാലറിയെക്കാട്ടി ബിയുടെ സാലറി കുറവായിട്ട് വരുന്ന പെർസെന്റേജ്. അപ്പൊ ഇങ്ങനെയാണ് എക്സ്പ്രഷൻ എങ്കിൽ ഡിനോമിനേറ്ററിൽ ഈ പെർസെന്റേജ് ആഡ് ചെയ്യുക. തിരിച്ച് എയുടെ സാലറി ബിയുടെ സാലറിയെക്കാട്ടിയും ഇത്ര ശതമാനം കുറവാണ് എങ്കിൽ ബിയുടെ സാലറി എയുടെ സാലറിയെക്കാട്ടി എത്ര ശതമാനം കൂടുതലാണ് എന്ന് കണ്ടെത്താനായിട്ട് ഡിനോമിനേറ്ററിന് 100 മൈനസ് എക്സ് എഴുതുക. എക്സ് ഡിവൈഡഡ് ബൈ 100 മൈനസ് എക്സ് ഇൻറ്റു 100. ദിസ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് റിലേറ്റീവ് പെർസെന്റേജ്. ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് പെർസെന്റേജസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് റിലേറ്റീവ് പെർസെന്റേജ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എഴുതിക്കോളൂ. So this is what is known as relative percentage. അപ്പോൾ ഈ റിലേറ്റീവ് പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതൂ. ഞാനിത് മാറ്റുവാണ്. So please write down a question. So the question is the ratio of salaries of the ratio of salaries of A and B, the ratio of salaries of A and B is 9:8. 9:8 നമ്മൾ അംശബന്ധം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 9:8. 9:8. Question: by
what percentage, by what percentage is A's salary more than that of B? More than that of B. A's salary more than that of B. So please write it down. The ratio of salaries of A and B. The ratio of salaries of A and B is 9:8. അതായത് എയുടെ സാലറി 9 ആണെങ്കിൽ ബിയുടെ സാലറി 8 ആണെന്ന് അർത്ഥം അല്ലേ? 9:8. By what percentage is A's salary more than that of B? എത്ര ശതമാനമാണ് എയുടെ സാലറി ബിയുടെ സാലറി കട്ടിങ് കൂടുതൽ? അല്ലെങ്കിൽ ബിയുടെ സാലറിയോട് കൂടി എയുടെ സാലറി എത്ര ശതമാനം കൂട്ടിയാൽ നമുക്ക് ഇത് കിട്ടും? എയുടെ സാലറി കിട്ടും. എ സാലറി മോർ ദാൻ ദാറ്റ് ഓഫ് ബി. സോ ബിയുടെ സാലറിയുടെ കൂടെ എത്ര ശതമാനം കൂട്ടിയാൽ എയുടെ സാലറി കിട്ടും? സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത്, സോ ഞാനത് വർക്ക്ഔട്ട് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്നത് 9:8. ദിസ് ഈസ് ദ റേഷ്യോ. അതായത് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാം. 9 8. എയുടെ സാലറി 9, ബിയുടെ സാലറി 8 ആണെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. Difference is 1. So we are taking. So if A's salary is 9, B's salary is 8. So A's salary is 1 more than B's salary. A's salary is 1 more than B's salary. Therefore, the required percentage കണ്ടെത്താനായിട്ട് 1 അല്ലേ കൂടുതൽ? 1 ആണ് കൂടുതൽ. What is the salary of B? Salary of B is 8. 1/8 into 100. 1/8 into 100. 1 is the difference in salary. 9 minus 8. 8 is the salary of B. B യുടെ പെർസെന്റേജ് ആയിട്ട് കാണാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് B യുടെ വാല്യൂ എടുത്ത് എഴുതിയത്. 8 into 100. So you will get the value. So 100/8. So that is equal to 1 8 2 10 2 16 12.5%. So the answer is 12.5%. 12.5%. അതായത് 8ന്റെ കൂടെ 12.5% കൂട്ടുകയാണെങ്കിൽ 9 കിട്ടും. അത്രേ ഉള്ളൂ. 8ന്റെ കൂടെ 12.5% കൂട്ടുകയാണെങ്കിൽ you will get the salary of A. നിങ്ങൾക്ക് എയുടെ സാലറി കിട്ടും. സോ ദാറ്റ് ഇസ് വെരി സിമ്പിൾ. ഇതിനകത്ത് വേറെ കാൽക്കുലേഷൻ ഒന്നും വേണ്ട. ഡിഫറൻസ് എടുക്കുക. ബിയുടെ പെർസെന്റേജ് ആയിട്ട് കാണിക്കാൻ പറഞ്ഞു. സോ 1/8 into 100, 12.5%. 12.5% is the answer. Okay. കൂടെ എത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എത്തിയില്ലെങ്കിൽ യു ജസ്റ്റ് വാച്ച് മൈ വീഡിയോ. നിങ്ങൾ പോയിട്ട് അത് കണ്ടിട്ട് അത് നോട്ട്സ് കംപ്ലീറ്റ് ആക്കുക. ഈ നോട്ട്സ് അപ്ഡേറ്റ് ആകണം. അല്ലെങ്കിൽ അവസാനം നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല, അത് മനസ്സിലാവത്തില്ല. അതാണ് അതിന്റെ ഒരു പ്രധാനം. ഇതുപോലെ ഒരു ചോദ്യം ഞാൻ രണ്ടാമത് എഴുതുകയാണ്. അത് നിങ്ങൾ ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പറയട്ടെ, ആ മെസ്സേജിൽ ഓക്കെ അടിക്കും. ഞാൻ പറയട്ടോ, നിങ്ങൾ തീർന്നുവെങ്കിൽ ഞാൻ പറയട്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ ടൈപ്പ് ചെയ്യൂ, യെസ് ടൈപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ വൈ ടൈപ്പ് ചെയ്യൂ. എന്തെങ്കിലും നിങ്ങൾ എഴുതി തീർന്നതെന്ന് അറിയാനാണ്. ഓക്കെ, ശരി ശരി. ക്വസ്റ്റ്യൻ ഈസ് by what percentage is 4/5 of 70? 4/5 of 70. By what percentage is 4/5 of 70? By what percentage 4/5 of 70 is less than 5/7 of 112. 5/7 of 112. So question ഒന്നുകൂടി. By what percentage is 4/5 of 70
is less than 5 by 7 of 112. So you have given a mixed fraction. ഇവിടെ തന്നിരിക്കുന്ന ഒരു mixed fraction ആണ്. So you can find out its value. അതിന് നമുക്ക് അതിന്റെ വാല്യൂ കണ്ടെത്താം. ഓക്കെ, ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. So 4 by 5 of 70 എന്ന് പറഞ്ഞാൽ 4 by 5 into 70. So you will get the value 4 by 5 into 70. You will get it as 56. ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടും 56 എന്ന് കിട്ടും. അതുപോലെ തന്നെ 5 by 7 of 112 അല്ലെങ്കിൽ 5 by 7 into 112. So that will be equal to 80. So this is the question. 56ഉം 80ഉം ആണ്. അപ്പൊ 56ഉം 80ഉം തമ്മിൽ there is a difference അല്ലേ? അവിടെ നമുക്ക് വ്യത്യാസമുണ്ട്. So the difference of 24 24 അതിലെ വ്യത്യാസം എന്ന് പറയുന്നത്. ആ 24 എത്ര മോർ ദാൻ സോറി ഈസ് ലെസ് ദാൻ എത്ര ശതമാനം കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. By what percentage 4 by 5 of 70 less than 5 by 7 of 112. Okay. So you are getting the values of 56 and 80. So you will have to find out the difference. What is the difference? 80 minus 56. 80 minus 56 is equal to 24. So the required percentage is 24. This is 80. Isn't it? Percentage ആയിട്ട് കാണാനാ പറഞ്ഞിരിക്കുന്നത്. 5 by 7 of 112 percentage ആയിട്ട് കാണാനാ പറഞ്ഞിരിക്കുന്നത്. So we are writing 80 into 100. 24 by 80 into 100. So you will get the percentage as 30%. So this is a very, very simple question. So the answer is 30%. So you are getting the answer 30%. So എല്ലാവരും കൂടെ നിങ്ങൾ ചെയ്തു കാണാം. So you will get the answer 30%. So 30% is the answer. Okay. ഇതൊക്കെ നിങ്ങൾ എനിക്ക് തോന്നുന്നു കൊച്ചു ക്ലാസ്സുകളിൽ ഇതേ കിടക്കാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ നമ്മുടെ ഒരു സബ്ജക്റ്റുമായിട്ട് നമ്മുടെ പരിചയമുള്ള ഒരു ഏരിയയായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ് അല്ലെങ്കിൽ നോ ടൈപ്പ് ചെയ്ത് നിങ്ങൾ തീർന്നു കാണും. കൂടെ എഴുതി കാണും. പോയി അല്ലെങ്കിൽ എൻ ടൈപ്പ് ചെയ്യും. യെസ് എങ്കിൽ യെസ്, നോ എങ്കിൽ നോ. ഞാൻ മെസ്സേജ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു. യെസ് സാർ, ഓക്കെ. നിമിഷ യെസ് സാർ, അഭിറാവേസ് ഓക്കെ. ദെൻ ഒരു ചോദ്യം നിങ്ങൾ എഴുതും. അപ്പൊ എത്ര 3:59 കേട്ടോ. നിങ്ങളൊരു ഈ ചോദ്യം നിങ്ങൾ ചെയ്തെനിക്ക് ഇത് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അതിന്റെ റിസൾട്ട് മാത്രം ഇട്ടാകും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എഴുതിക്കുള്ള ക്വസ്റ്റ്യൻ എഴുതാനുള്ള ടൈം കൂടെ ഉള്ളു. A man in business losses losses in first year 5% of his capital. Losses in first year 5% of his capital. 5% of his capital. But in the second year, he gains 6%. He gains 6% of what he had. 6% of what he had at the end of first year. Of what he had at the end of first year. And his capital is now rupees 350 more than what it was at the commencement.
what it was at the commencement. At the commencement. Question, find his original capital. Find his original capital. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, നിങ്ങൾ ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ടെക്സ്റ്റ് ഉള്ളവർക്ക് ടെസ്റ്റിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ടെസ്റ്റ് ഇല്ലാത്തവർക്ക് ഞാൻ ഈ ക്ലൂ തരാം, ഞാൻ പറഞ്ഞു തരാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ അതിന് മുമ്പ് വീഡിയോ തൊട്ടാക്കാം. ഓക്കെ, അപ്പൊ കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ക്യാപിറ്റൽ, ഒറിജിനൽ ക്യാപിറ്റൽ, ബിഗിനിങ്ങിൽ അയാളുടെ മൂലധനം കണ്ടെത്തുക. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സബ്ജക്റ്റുമായിട്ടൊന്ന് റിലേറ്റീവ് ആണ്. അദ്ദേഹത്തിന്റെ ബിഗിനിങ്ങിലുള്ള ക്യാപിറ്റലാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് പറയുന്ന ക്ലോസ് ഇതൊക്കെയാണ്. അയാളുടെ ആദ്യത്തെ വർഷം അയാൾ 5% നഷ്ടം, ഫസ്റ്റ് ഇയറിൽ അയാൾക്ക് 5% നഷ്ടം. രണ്ടാമത്തെ വർഷം അയാൾക്ക് 6% ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നതിനെ കാട്ടി, ഫസ്റ്റ് ഇയർ എൻഡിൽ ഉണ്ടായിരുന്നതിനെ കാട്ടിയും 6% അയാൾ ഗെയിൻ ചെയ്തു അയാളുടെ ക്യാപിറ്റലിൽ. അവസാനം നോക്കിയപ്പോൾ ഫസ്റ്റ് ഇയറിനെ കാട്ടിയും അയാൾക്ക് ക്യാപിറ്റലിൽ ഒരു 350 രൂപ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിൽ, അതായത് സെക്കൻഡ് ഇയർ എൻഡ് എത്തിയപ്പോഴത്തേക്കും ഹി ഗെയിൻസ് 350, 350 രൂപ അയാൾക്ക് ലാഭം ഒരു അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഒറിജിനൽ ക്യാപിറ്റലിനെ കാട്ടി 350 രൂപ അധികം വന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ ഒറിജിനൽ മൂലധനം എത്ര, അതായത് അയാളെ ഫസ്റ്റ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്. സോ യു വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ക്യാപിറ്റൽ ഇൻ ദ ബിഗിനിങ്. ബിഗിനിങ്ങിൽ ഈ പറഞ്ഞ ആളിന്റെ ക്യാപിറ്റൽ എത്രയെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴും പെർസെന്റേജ് ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു 100ൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. യു ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് 100. അപ്പൊ ആദ്യത്തെ ഒറിജിനൽ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ആൾജിബ്രയിൽ എക്സ് എന്ന് അസ്യൂം ചെയ്യുന്നത് പോലെ പെർസെന്റേജിലാണ് ചെയ്യുന്നതെങ്കിൽ യു ടേക്ക് ഇറ്റ് ആസ് 100. ഒറിജിനൽ ക്യാപിറ്റലിനെ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യുക, 100 അസ്യൂം ചെയ്യുക. കാരണം എല്ലാ ക്യാപിറ്റലും 100% ആയിരിക്കുമല്ലോ. സോ 100 ഈസ് ദ ക്യാപിറ്റൽ. ഫസ്റ്റ് ഇയറിൽ എന്ത് സംഭവിച്ചു? 5% ലോസ് അല്ലേ ഉണ്ടായത്. 5% ലോസ് ഉണ്ടാകുന്ന വെച്ചാൽ 100ന്റെ 5% ലോസ്, 100ന്റെ 5% ലോസ് എന്ന് പറഞ്ഞാൽ 5 രൂപ. അപ്പൊ ഫസ്റ്റ് ഇയർ എൻഡ് ആയപ്പോഴത്തേക്കും 100 എന്നുള്ളത് അയാൾക്ക് 95 രൂപ ആയിരുന്നില്ലേ അർത്ഥം. 100 എന്നുള്ളത് അയാളുടെ ക്യാപിറ്റൽ ഇപ്പൊ എത്രയായി മാറി? 95 മാറി. അടുത്ത വർഷം അയാൾക്ക് 6% ലാഭം ഉണ്ടായി ഇപ്പൊ ഉള്ള ക്യാപിറ്റലിനെ കാട്ടി. ഇപ്പൊ 95 രൂപയാണ് അയാളുടെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ. ആ 95 രൂപയുടെ ക്യാപിറ്റലിനെ കാട്ടി 6% ലാഭം ഉണ്ടായി. അപ്പൊ 95ന്റെ 6%, 95ന്റെ 6% 5.70 വരും. 5.70 അത് അയാൾ എന്ത് ചെയ്തു? ഗെയിൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയാൾക്കുള്ള ക്യാപിറ്റൽ എത്രയായി? 95ഉം 5ഉം 100, 100.70. സോ നൗ ദ പെർസെന്റേജ് ഇസ് ഇൻക്രീസ്ഡ് ആസ് 100.70. ഒറിജിനൽ ക്യാപിറ്റൽ 100 അല്ലേ? ഇപ്പൊ അത് എത്രയായി മാറി? 100.70 ആയി മാറിയില്ലേ? അപ്പൊ പറയുന്നു ഇപ്പൊ അയാളുടെ കയ്യിൽ പഴയ ക്യാപിറ്റലിനെ കാട്ടി 350 രൂപ കൂടുതലുണ്ട്. 350 രൂപ കൂടുതലുണ്ടെന്ന് പറയുന്നതാണ് ഈ 0.70. നേരത്തെ 100 ഉണ്ടായിരുന്നു, സെക്കൻഡ് ഇയർ എൻഡിൽ 100.7 ആയി മാറി. ഫസ്റ്റ് ഇയറിലെ ലോസും കുറച്ച്, സെക്കൻഡ് ഇയറിലെ പ്രോഫിറ്റ് കൂട്ടുമ്പോൾ 100.70 ആയി മാറി. അപ്പൊ 100 ഇപ്പൊ എത്ര കണ്ട് ഇൻക്രീസ് ചെയ്ത്? 0.70 കണ്ട് ഇൻക്രീസ് ചെയ്തില്ലേ? അതിന്റെ യഥാർത്ഥ വാല്യൂ എത്രയാണ്? 350 എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 350 ഏതാണ്? 0.70 ആണെങ്കിൽ 100 എത്രയെന്ന് കണ്ടാൽ മതി. 350.70 ആണെങ്കിൽ നിങ്ങൾ ഏത് കാൽക്കുലേറ്റ് ചെയ്യുക? 100 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ട് എങ്കിൽ എസ് അടിക്കുക. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് യെസ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ബാക്കിയുള്ളവരും ഈസ് ഇറ്റ് ക്ലിയർ? സോ നാളെ എനിക്ക് ഇതിന്റെ ആൻസറാണ് കിട്ടേണ്ടത്. ആൻസർ ഞാൻ പറഞ്ഞിട്ടില്ല. സോ ദർ ഈസ് ആൻ ആൻസർ. ആൻസർ കണ്ടെത്തുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. 100 എന്ന് എടുക്കുക, 100ന്റെ 5% കുറയ്ക്കുക, 95, 95ന്റെ 6%, 5.7. അപ്പൊ ക്യാപിറ്റൽ 100, 95ഉം 5.7, 100.7 വരും. Then 350.7 ആണെങ്കിൽ 100 എത്ര? That is the answer. So you will get the answer. So I think it is very clear. ഞാനത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ അതിന്റെ ആൻസർ കണ്ടെത്തിയിട്ട് യു ജസ്റ്റ് ആ ആൻസർ മാത്രം ഒന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക. ഇന്ന് കാണുന്നവർ, ഇന്ന് ഈ വീഡിയോ ഞാനൊരു 2 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് ചെയ്യും. അത് കാണുന്നവർ, ഇന്ന് വരാത്തവര് നിങ്ങൾ പോയിട്ട് ഇത് കണ്ടിട്ട് ഇതിന്റെ ആൻസർ അതിനകത്ത് പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രസൻസ് ഞാൻ മാർക്ക് ചെയ്യും. വരാത്തവർക്ക് പ്രസൻസ് മാർക്ക് ചെയ്യും, കാരണം നിങ്ങൾ അത് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് കേൾക്കുന്നുണ്ട്. സോ നൗ ലെറ്റ് മീ സ്വിച്ച് ഓഫ് ദ റെക്കോർഡ് ഓഫ്. ഇതാരും പോവില്ലേ? സ്റ്റോപ്പ് റെക്കോർഡിംഗ്. പോകരുത്. കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്.